Movie Channel. മാവേലി കൊമ്പത്ത് ആരംഭിക്കുകയാണ്. കുറേ വർഷങ്ങൾ പുറകോട്ട് ഓർമ്മകൾ പോവുകയാണ്. അശോകനും അബിയും ഒക്കെ സിനിമയിലും TV രംഗങ്ങളിലൊക്കെ ഒരുപാട് പ്രശസ്തരായി. അമ്മയ്ക്കൊരു ഫോറിൻ കോടാ, ഡാഡിക്കൊരു കാലം കോടാ, നാട്ടിലുള്ള ഫാമിലി ഫ്രണ്ട്സിന് ബ്ലാക്ക് ലേബൽ ബോട്ടിൽ. ഹലോ, അതെ ദിലീപാണ്. പിന്നെ ഓണുള്ളിടത്തോളം കാലം നമ്മളുണ്ടാവും. അതെ അതെ, മാവേലി കുമ്പത്തിന്റെ ഷൂട്ടിങ്. ഏതാ കഥയാ, സ്ക്രിപ്റ്റാ? അത് നമ്മുടെ ഹരിശ്രീ ജോസഫ്. പിന്നെ 1-2 സ്ക്രിപ്റ്റ് നമ്മുടെ ശശാങ്കൻ മൈനാടും പിന്നെ അനുരൂപ് കൊയിലാണ്ടി. ശരി. പിന്നെ മേക്കപ്പ് രാജീവ് അങ്കമാലി. പ്രൊഡക്ഷൻ മാനേജരോ സുരേഷ് മിത്രക്കരി. കൺട്രോളർ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരുത്തനാ, നന്ദകുമാർ പൊതുവാൾ. കുമാറൊക്കെ കട്ട് ചെയ്തപ്പോ വെറും നന്ദു പൊതുവാൾ. വസ്ത്രാലങ്കാരോ ലാൻസിയും അയ്യപ്പനും. ശബരിമല സ്ഥലത്ത് അയ്യപ്പനല്ല, വെറും അയ്യപ്പൻ. കൊറിയോഗ്രാഫി ആരുടെ? രാജീവ് V4U കാലിക്കട്ടുള്ള. കലാസംവിധാനം സോമനാഥ് പുന്നുരുന്നി. പാടിയിരിക്കുന്നതാ. അത് പിന്നെ പറയാനുണ്ടോ, ഇങ്ങനൊരു കാസറ്റ് ഇറക്കുന്ന സമയത്ത് ആരായിരിക്കും? നാദിർ ഷാ, കലാഭവൻ നവാസ്, ഷിയാസ്, സമദ്. സ്റ്റിൽസ് അൻവർ ഷാ. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മുടെ നാട്ടുകാരൻ തന്നെ. ഹരികുമാർ ആലുവയിലുള്ള താഹിയും കൂടി ഉണ്ട്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഹരിശ്രീ ബാബുരാജ്, സുധീഷ് ഗോപിനാഥ്. എഡിറ്റിംഗ് ഇല്ലേ? പിന്നെ എഡിറ്റിംഗ് ഇല്ലാണ്ടാണ് അരുണല്ലേ? അരുൺ തോമസ്. ക്യാമറ പറഞ്ഞാലേ പുള്ളി ക്യാമറ ഓഫ് ചെയ്ത് കളയും. ഫൈസൽ ഖാലിദ്. അല്ല, എന്റെ മര്യാദക്ക് ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മുഴുവൻ ഉത്തരം പറഞ്ഞു. ഒന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇത്രയും വിശദമായി ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരാണ്? ഇപ്പൊ വിളിച്ച ആരാന്നറിയോ? വ്യാജ സീഡിയുടെ ആൾക്കാര്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം അവർക്ക് പടമൊക്കെ വെച്ചിട്ട് കവർ അടിക്കാനെന്ന്.
ഇനിയിപ്പോ എന്ത് ചെയ്യടാ, നമ്മൾ ഷൂട്ടിംഗ് കൊടുക്കണവർക്ക്. നീ ധൈര്യമായിട്ടിരിക്കടാ. നമ്മളെ വളർത്തി വലുതാക്കിയത് ഇവിടുത്തെ പ്രേക്ഷകരല്ലേ. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഓൾ ദ ബെസ്റ്റ്. എന്നാ പിന്നെ തുടങ്ങാല്ലേ? എന്താ എന്താ തിരുമേനി രാവിലെ പാതാളത്തിൽ കിടന്ന അവതാളത്തിൽ ഒരു അലർച്ച? എടോ, എന്നെ ആരോ ഓടിച്ചിട്ട് കുഴി ചാടിച്ചു. ഓടിച്ചിട്ടല്ലല്ലോ കുഴി ചാടിച്ചത്, തല ചവിട്ടിയല്ലേ കുഴി ചാടിച്ചത്. അത് ഇന്നല്ലല്ലോ, പണ്ടല്ലേ. അതല്ല, പിന്നെ എന്നെ ആരോ ഓടിച്ചു കുഴി ചാടിച്ചതായിട്ട് ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ട കാര്യം പറഞ്ഞത്. തിരുമേനി, അപ്പൊ ഓണത്തിന് കേരളത്തിലേക്ക് പോകാൻ സമയമായി അർത്ഥം. എല്ലാ കൊല്ലം ഓണക്കാലം ആകുമ്പോഴാണല്ലോ അങ്ങ് ഈ വക സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. എന്റെ ഈശ്വര, ഓണായോ? ആ എടോ മന്ത്രി, ചവിട്ടി താത്തിയപ്പോ എല്ലാ വർഷവും കേരളത്തിൽ പോയി പ്രജകളെ കാണാനുള്ള വരം മേടിച്ചത് വടി കൊടുത്ത് അടി മേടിച്ച പോലെയായി. വടി കൊടുത്തല്ലല്ലോ മാവേലി അടി മേടിച്ചത്, പിന്നെ? 3 അടി കൊടുത്തല്ലേ പടി മേടിച്ചത്. എടോ മന്ത്രി, തനിക്കറിയാലോ, എല്ലാ വർഷവും വലിയ സന്തോഷത്തിലല്ലേ നമ്മൾ കേരളം കാണാൻ ഇറങ്ങുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോഴോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ. ഇന്നേ വരെ എവിടുന്നെങ്കിലും ഒരു അല്പം സ്നേഹം, ദയ, ഒരു സ്വീകരണം എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തിരുമേനി, ഓണമാകുമ്പോ ഒരറിയിപ്പും കൂടാതെ നമ്മൾ കേരളത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ടാ തിരുമേനി ഈ പറയുന്ന സ്വീകരണമൊന്നും നമുക്ക് കിട്ടാത്തത്. ശരിയാ. അതിനിപ്പം നമ്മളിപ്പോ എന്താ ചെയ്യേ? തിരുമേനി, ഇത്തവണ നമ്മൾ ആദ്യം എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് മുൻകൂട്ടി അറിയിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ആണോ? അപ്പൊ തിരുമേനി പറഞ്ഞ ഈ സ്വീകരണം അവര് നമുക്ക് തരും. തിരുമേനി ആനയും അമ്പാനിയും കൊണ്ട്, അമ്പാനിയോ? അമ്പാനിയല്ല അമ്പാരി, ആ. അമ്പാരിയും കൊണ്ട് അവര് സ്വീകരിക്കും. സ്നേഹം കൊണ്ട് അവര് വീർപ്പ് പൊട്ടിക്കും. എനിക്കിഷ്ടായി. ഈ പ്രാവശ്യം നേരത്തെ അറിയിച്ചിട്ട് പോകാം. ആട്ടമന്ത്രി, ഇപ്രാവശ്യം നമ്മൾ എങ്ങോട്ട് അത് പോകും? നമുക്ക് ഒരു നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം. ആ. ഹായ് കണ്ടാ? തിരുമേനി, അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്തോളൂ. ഈശ്വര, ചതിക്കല്ലേ. ആ, പൂക്കുറ്റിക്കര. ഏ പഞ്ചായത്ത് മീറ്റിംഗ് ഉണ്ട്. പ്രസിഡന്റ് കണക്കവതരിപ്പിക്കുന്ന ദിവസം തന്നെ. എന്നാ ഇന്ന് വെട്ടുംകുത്ത് ഉറപ്പാ. നമുക്ക് നേരെ വണ്ടിയെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പ് കൊണ്ടിടാം. 2 ആശുപത്രി ഓട്ടോകൾ കിട്ടൂടോ. വാടോ. പ്രസിഡന്റിന് തോന്നുന്ന പോലെ കാശെടുത്ത് ചെലവാക്കാന് ഈ പഞ്ചായത്തിന്റെ ഫണ്ട് പ്രസിഡന്റിന്റെ അപ്പന്റെ വകയല്ല. മനസ്സിലായോ? എടോ തീപ്പിരിവാസു, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. തനിക്ക് തോന്നുമ്പോ കേറി വന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് പോകാൻ ഞാൻ തന്റെ അമ്മയുടെ കെട്ടിയോടൊന്നും അല്ലല്ലോ. എന്തായാലും പ്രസിഡന്റിന്റെ ഡാഡിക്ക് വിളിച്ചത് വളരെ മോശമായി. അയ്യേ, എന്താ ഇത്? ഇവിടെ എപ്പം നോക്കിയാലും ഈ പ്രസിഡന്റിന്റെ ഡാഡിക്ക് വിളിയാ. എങ്ങനെ വിളിക്കാതിരിക്കും? ഇയാൾ എന്ന് പ്രസിഡന്റ് ആയി അന്ന് മുതൽ ഇന്ന് വരെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന മുഴുവനും ഡാഡി ലൈമയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ആരെങ്കിലും എന്റെ അപ്പനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്കും കുന്തമൊക്കെ വലിച്ചു കയറി പള്ളക്കളഞ്ഞ എന്റെ പാട്ടിന് ഞാൻ പോകും. എന്റെ ഇല്ലാത്ത അപ്പനാണ് സത്യം. എന്താ ഇത്? നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന പ്രസിഡന്റിന് അപ്പനുണ്ടോ അമ്മയുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല, കണക്ക് നോക്കാനാണ്. പ്രസിഡന്റ് കണക്ക് അവതരിപ്പിക്കട്ടെ. അത് ശരിയാ. കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയുടെ കണക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല. ആദ്യം അത് കാണിക്കും. എല്ലാ കണക്കുകളും ഞാൻ കൃത്യമായിട്ട് കൂട്ടി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. താൻ എല്ലാ കണക്കും നല്ലപോലെ കൂട്ടിയാ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. അതെ, അങ്ങ് പോലെ താനും പറഞ്ഞാ എന്റെ പൊരി എന്തു ആയിക്കോട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കണക്ക് കൃത്യമായിട്ട് തെറ്റൊന്നും ഇല്ലാതെ എഴുതിക്കൊണ്ട് വന്നു. എന്നാ കണക്കൊക്കെ ഒന്ന് വായിക്കേ. ഓഹോ, വായിക്കാലോ.
കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ഈ പഞ്ചായത്ത് മോടി ഉടിപ്പിക്കുന്നതിനായി ചെലവാക്കിയ രൂപ 1,25,000 രൂപ. ഈ 1,25,000 രൂപയ്ക്ക് താൻ ഈ പഞ്ചായത്തിൽ എല്ലാം ഉണ്ടാക്കിയെന്നാണോ പറയുന്നത്? വെള്ളപൂശിയിലോ? വെള്ളപൂശി പോലെ ഇപ്പം വെള്ളം വീശി കാണും. രണ്ടിയാൾക്ക് കുമ്മായം കൊണ്ടുവന്നിട്ട് അത് അവിടെ എവിടെയും പൂച്ച വെച്ചേച്ചും അതിന് 1,25,000 ഉലുവ പോലും. താൻ ഇതിന് സമാധാനം പറയണം. ഇരിയടാ ഇവിടെ. തീപ്പൊരി കാര്യം അറിയാതെ സംസാരിക്കുന്നു. ഇവിടത്തെ കുമ്മായത്തിന് മായ ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് നല്ല ശുദ്ധമായ കുമ്മായം ഞാൻ നേപ്പാളിൽ ഇറക്കുമതി ചെയ്തേ. ഓ മനസ്സിലായി. ഈ കണക്ക് എന്തായാലും ഞങ്ങൾ അംഗീകരിക്കുകയല്ല. ഈ കണക്ക് അങ്ങ് നേപ്പാളിൽ കൊണ്ട് അവതരിപ്പിച്ചാ മതി. പ്രസിഡന്റ് അവര് പറയുന്ന ഒന്നും കേക്കണ്ട, ബാക്കി കണക്ക് വായിക്ക്. തിരുവോണത്തിന്റെ അന്ന് കലാപരിപാടി ആ പരിപാടി നടത്തിയതിൽ 1,00,000 രൂപ. എങ്ങനെയുണ്ട്? 1,00,000 രൂപയോ? അതിനിവിടെ യേശാസിന്റെ ഗാനമേളയൊന്നും അല്ലല്ലോ നടന്നത്. തൃപ്രയാർ സൂപ്പറിന്റെ കഥാപ്രസംഗമല്ലേ. അതിന് വെറും 1,500 രൂപയോ ഉള്ളത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെ, ഈ സുപ്രയാർ തൃപ്പന്റെ കഥ. സുപ്രയാർ ഇവിടെ ചാറ്റൽ മഴയാ, തുപ്പല്ലേ. ഈ തൃപ്രയാർ സൂപ്പറിന്റെ കഥാപ്രസംഗത്തിന് 1,500 രൂപയുള്ളെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നാട്ടുകാർ അവനെ കൊണ്ട് കഥ പറയിപ്പിച്ചോ? ചുമ്മാ കരിങ്കല്ലിൽ ചാമ്പുമല്ലായിരുന്നു. അവൻ ആംബുലൻസിൽ അടുത്ത് ആശുപത്രി കൊണ്ടുപോയ അവന്റെ ആശുപത്രി ചെലവ് കംപ്ലീറ്റും വഹിച്ചത് ഈ പഞ്ചായത്താ. പഞ്ചായത്തല്ല, പഞ്ചായത്ത് പ്രസിഡന്റാണ് വഹിച്ചത് എന്ന് പറയും. ഇനി അടുത്ത കണക്ക്. കഴിഞ്ഞ ഓണത്തിന് അത്തച്ചമ്മന്തി ഉണ്ടാക്കിയതിന് ചമ്മന്തിയല്ല, അത്ത ചമയം. ചമയത്തിന് പൊക്കിള് മേടിച്ചേന്. ഈ കന്നഡ മാറാറായി വേണ്ട. 25,000 രൂപ. 5-6 ചെമ്പരത്തിപ്പൂവും കുറച്ച് ആഫ്രിക്കൻ പായലും അവിടെ ഇവിടെ നിരത്തിയിട്ടേന് 25,000. അതെ, ഞാൻ ഈ പൂക്കളൊക്കെ കൊണ്ടുവന്നതേ അതും നേപ്പാളിന്നായിരിക്കും. ഇല്ല, അവിടെ വരെ പോകേണ്ട വന്നില്ല. എനിക്ക് എടപ്പാളിന്ന് കിട്ടി. പ്രസിഡന്റിന്റെ ഈ കള്ള പൂക്കണക്കുണ്ടല്ലോ, അത് ഇവിടെ പറയേണ്ടതല്ല. എവിടെ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതെ പ്രസിഡന്റ്, ആ പഞ്ചായത്ത് കുളമാക്കിയ കണക്കൊന്ന് പറഞ്ഞു കൊടുത്തു. അല്ല, പഞ്ചായത്തിൽ കുളം കുത്തിയ കണക്ക്. അയാൾ ആദ്യം പറഞ്ഞ കറക്റ്റ്. കുളം തോണ്ടിയ കണക്ക്. എന്നെ കൊണ്ട് വായിപ്പിക്കുകയല്ല. പ്രസിഡന്റ് വായിക്ക, അത് നോക്കണ്ടെന്നേ. പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മള് പഞ്ചായത്തിന്റെ പുറകിൽ ഒരു പുതിയ കുളം കുത്തിയല്ലോ. പുതിയ കുളം കുത്തിയെന്ന് പറയല്ലേ, അവിടെ ഉണ്ടായിരുന്ന കുളത്തിന് അല്പം ആഴം കൂട്ടിയെന്ന് പറ. അതെ, കുറച്ച് ആഴം കൂടി കൂട്ടി. അതിനും ചെലവ് 1,25,000 രൂപ. അതെങ്ങനെയാ പ്രസിഡന്റ്? ഈ കുളത്തിന്റെ ആഴം കൂട്ടാനായിട്ട് നമ്മൾ 1,00,000 രൂപ അല്ലേ ബഡ്ജറ്റ് ഇട്ടത്? ഇനി എങ്ങനെയാണ് 25,000 രൂപയും കൂടെ കൂടിയത്? 25,000 രൂപ കൂടി. അപ്പൊ ഈ 1,00,000 രൂപ ആയിരുന്നല്ലോ ഇതിന്റെ ബഡ്ജറ്റ്. ഈ 1,00,000 രൂപ ബഡ്ജറ്റിൽ കുത്തിയ ഈ കുളത്തില് ഒറ്റത്തുള്ളി വെള്ളം പോലും കിട്ടാഞ്ഞിട്ട് രായ്ക്ക് രാമാനം 50 ടാങ്കർ ലോറി വെള്ളം അടിച്ച് നിറച്ചാ ഞാൻ ഈ കുളം ഒരു കുളമാക്കിയത്. അതിന്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ല മെമ്പർമാരെ. ഈ പഞ്ചായത്തിന്റെ മാനം കാക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട എനിക്ക് തന്നെ ഇത് കിട്ടണം. കിട്ടണം എന്നാലേ താനൊക്കെ നന്നാവുള്ളൂ. എന്നാ എല്ലാരും കൂടെ ഇനിയൊന്നും നിന്റെ ഒന്നും മുമ്പിൽ കണക്കും വായിക്കുന്നില്ല, ഒലക്കാൻ വായിക്കുന്നില്ല. ഞാൻ അടി തുടങ്ങിയാ വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. വേഗം കയറ്റി, ഇനി ആൾക്കാരെ കൊണ്ടുവരണമാണെന്ന്. കമ്പിയുണ്ട്, ഒരു കമ്പിയുണ്ട്. അതല്ല, ഒരു ടെലഗ്രാം ഉണ്ടല്ലോ. ആദ്യം അടി വന്ന് നിർത്ത്, എന്നിട്ട് ടെലഗ്രാമിൽ എന്താ എഴുതിയേക്കണെന്ന് വായിച്ചു നോക്ക്. ടെലഗ്രാം വന്നിട്ടുണ്ടോ? നമുക്കിനി ടെലഗ്രാം ഒന്ന് വായിക്കാം. അയ്യോ, ഇത് ഇംഗ്ലീഷാണല്ലോ. എന്നതായത് ശരിയാണല്ലോ, ഇത് ഇംഗ്ലീഷാണല്ലോ. ഇത് കണ്ടാൽ അറിയാൻ പാടില്ല ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണോ? എങ്കിൽ നമുക്ക് സുരേഷ് കൊണ്ട് വായിപ്പിക്കാം. സുരേഷിന് ഇംഗ്ലീഷ് അറിയോ? പിന്നെ അവൻ നന്നായിട്ട് ABCD ഒക്കെ പറയും. ഞാൻ തന്നെ വായിക്കാം, അങ്ങോട്ട് കൊണ്ടാ. പ്രസിഡന്റ്, എന്താ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ നമ്മുടെ മാവേലി തമ്പുരാൻ പൂക്കുച്ചിക്കര ഗ്രാമത്തിൽ എത്തുന്നു. ഡേറ്റ് ഉണ്ട്, 9/9/2011 വരുന്നു.
പീക്കിരി വാസു, ഇത് കണ്ടോ? പാതാളത്തിന് മാവേലിയുടെ ടെലഗ്രാം. ഇത്തവണത്തെ ഓണത്തിന് മാവേലി തമ്പുരാൻ ഈ പഞ്ചായത്തില്, അതും ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തില് എന്നോടൊപ്പം ഓണം ആഘോഷിക്കാൻ വരുന്നെന്ന്. എടാ മെമ്പർ സരസപ്പ, ഈ സന്തോഷ വാർത്ത ഒരു മൈക്ക് സെറ്റ് എടുത്ത് ഈ നാട് മൊത്തം നിന്റെ ചെലവില്, അല്ല പഞ്ചായത്തിന്റെ ചെലവിൽ നീ എല്ലാവരെയും കൂടി വിളിച്ചറിയിക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാവേലി തമ്പുരാൻ 9/9/2011 പൂക്കുറ്റിക്കര ഗ്രാമപഞ്ചായത്തിലെത്തുമെന്നുള്ള വിവരം സസന്തോഷം അറിയിച്ചു. എടാ ഗോപാല, എനിക്കൊരു ഐഡിയ. ഈ പൂക്കുറ്റിക്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും മണ്ടന്മാരാ. ആണോ? പറ്റിക്കാൻ എളുപ്പമാന്നേ. നമ്മളിങ്ങനെ കള്ളന്മാരാന്ന് പറഞ്ഞ ആശു ഊശി നടന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കൊരു കളി കളിച്ചാലോ? ഓക്കേ. ഹലോ, അതെ പഞ്ചായത്ത് ചെമ്പറാണ്, അല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിക്കുന്നത്. ആരാണോ? പാതാളത്തിന്ന് പ്ലാവേലിയോ? അയ്യോ, പാതാളത്തിന്ന് മാവേലിയോ? എന്നെ മാവേലി? ആ കിട്ടി, കൃത്യസമയത്ത് എന്റെ ടെലഗ്രാം കിട്ടി. വ്യത്യാസോ? എന്നാ വ്യത്യാസം? അല്ല, ഒരു ദിവസം 9-ാം തീയതി 8-ാം തീയതി, അപ്പൊ അതായത് 9-ാം തീയതി എത്താന്ന് പറഞ്ഞാൽ 8-ാം തീയതി ഒരു ദിവസം നേരത്തെ എത്താവുന്ന അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, 7-ാം തീയതി എത്താൻ പറ്റുമെങ്കിൽ എത്തിക്കോ. പറ്റിയല്ല, 8-ാം തീയതി തന്നെ എത്തുള്ളൂ അല്ലേ? ഒരു കാര്യം ചെയ്യാം, മാവേലിക്ക് എത്തിച്ചാ മതി. ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാ സ്വീകരണങ്ങളും ഒപ്പിച്ചു വെച്ചേക്കാം. ഓക്കെ? ചേട്ടാ അത് പൊട്ടിക്കല്ലേ? ഇട്ടോ അങ്ങനെ അങ്ങോട്ട് മകളാമണി കൂടി പൊക്കി അങ്ങോട്ട് പോയാ അങ്ങനെ. ഇതെവിടെയായിരുന്നു? അല്ല, ഒന്ന് റെഡിയായി വരണ്ടേ? ഞാനും റെഡി ആവുമായിരുന്നു. നമ്മൾ തമ്മിൽ റെഡി ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ താലപ്പൊലി എടുക്കാനുള്ള തരുണീമണികളൊക്കെ റെഡിയാക്കിയോ? എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ. നമ്മളിങ്ങനെ നടക്കുന്നോണ്ട് എന്ത് കുശുമ്പാന്ന് പറയാ ആൾക്കാർക്ക്. ഞാൻ വന്നേക്കാം. സരസപ്പ എന്നാ കയ്യില് റീത്താണോ? എവിടെയായാലും തൂക്ക്. ചെണ്ടമേളം വാദ്യമൊക്കെ റെഡിയാണോ? അവിടെയും കൊണ്ട് തൂക്കണോ? ആണോ? എല്ലാം ഓക്കെയാ. പ്രസിഡന്റ് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനാ. എന്നാന്ന് വെച്ചാൽ പൂക്കുറ്റിക്കര പഞ്ചായത്തിൽ, അതായത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചായത്തിൽ ആദ്യമായിട്ടല്ലേ മാവേലി വരുന്നേ. അപ്പൊ അതിന്റേതായ ഒരു ടെൻഷൻ ഉണ്ട്. വെൽക്കം സോങ് പഠിപ്പിക്കാൻ വന്ന ഭാഗവതരൻ, ആ ഭാഗവതരൻ പിള്ളേരെ വെൽക്കം സോങ് പഠിപ്പിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ രാവിലെ ഒരു ഹാർമോണിയം പെട്ടിയും വെച്ച് പട്ടി പോകണ പോലെ മോങ്ങണ്ടായിരുന്നു. മാവേലി മന്നാവാ, കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി വിളിക്കൂ, എന്നാലേ വരത്തുള്ളൂ. മാവേലി മന്നാവാ, പുന്നാര പാതാളവാസവ, പാതാളത്തിന്നും വാവാ. പാതാളത്തിന്നും വാവേ? മിണ്ടാതിരിയടാ, പാട്ട് പഠിച്ചാൽ മതി, സംശയം ചോദിക്കരുത്. പാതാളത്തിന്നും വാവാ, ഒരു പൊന്നോണ കോടിനി. സ്നേഹത്തോടു കൂടിയൊക്കെ ചോദിക്കണം, എന്നാലേ തരുള്ളൂ. ഒരു പൊന്നോണ കോടിനി. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും തന്നെ ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഇടാതെ നല്ല അടിപൊളിയായ ഡ്രസ്സൊക്കെ ഇട്ട് കളർഫുൾ ഷഡ്ജമൊക്കെ ഇട്ട് സംഗതികളൊന്നും പോകാതെ മാവേലി തമ്പുരാൻ വരുമ്പോ അങ്ങോട്ട് പാടണം. ഇനി ഞാൻ ഈ പാട്ടിന്റെ നൃത്തച്ചുവടുകൾ പഠിപ്പിക്കാം. മാവേലി വരുമ്പോൾ ഇങ്ങനെ മാവിൻ ചവിട്ടിൽ പാത്തിരിക്കണം. എന്നിട്ട് മാവേലി മന്നാവാ, പുന്നാര് പാതാളത്തിന്നും വാവാ, ഒരു പൊന്നോണ കോടിനി. പാടിയതല്ലടാ, വീണിട്ട് കരയണടാ. എന്റെ ആശുപത്രി കൊണ്ടുപോ. രാവിലെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്റെ പൊന്നു കൂടപ്പറപ്പുകളെ, നമ്മുടെ കുറെ കാശോട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ മാവേലിയും പരിയല, ഒരു മാങ്ങാത്തൊലിയും പരിയല. എന്റെ പെമ്പറുന്നാർ ഈ കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോവാ മാമേ. കഷ്ടം. മാവേലി തമ്പുരാൻ ദേ എത്തി. ചെളി ചെളി ചെളി
മനഃപൂർവ്വം ഉണ്ടാക്കിയ ചെളിയായത്. എന്തിയെ മാവേലി ദേ നിൽക്കുന്നു. ഈ കറുത്തിരണ്ട് ചുണ്ടലെ പോലെ ഇരിക്കുന്നതോ മാവേലി? എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മാവേലിയെ പണ്ട് ചവിട്ടി താഴ്ത്തുമായിരുന്നോ അതോ ചുട്ടുകരിച്ചു കൊല്ലുമായിരുന്നോ? അതൊരുമാതിരി കറുത്തിരണ്ട മാവേലി. അതെ, മാവേലി കറുത്താണോ വെളുത്താണോ എന്ന് താൻ ഇതിനു മുമ്പ് മാവേലി കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പണ്ടത്തെ കാലത്തേക്ക് മുമ്പ് പോകാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്തേക്കാം. ഈ മാവേലിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ പ്രശ്നം കൂടെ തീർത്താക്കാം. മൈദാമാവ് മാവേലി, വൈദമായി മാവേലി. മാവേലിക്ക് ഇച്ചിരി കളർ കുറവുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് പ്രസിഡന്റ്, ഈ പാതാളം മൊത്തം ഇരുട്ടാണല്ലോ. ആ ഇരുട്ട് കയറി എന്റെ ശരീരത്തിൽ പിടിച്ചതാ. ശരീരത്തിൽ പിടിച്ചതാ. തന്നെയുമല്ല, ഞങ്ങളുടെ കാലത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ, കളർ ഇളകിയത്. സോറി. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റാ, ഇപ്പൊ കളറാ. അതാ കളറാ, കണ്ടോ? ഈ വൈക്കോൽ തുറവേതാ? എന്റെ മന്ത്രി. മന്ത്രിയോ? മന്ത്രി പാമ്പൻ കയറി മുട്ടയിടും. ഞാനാ ഷൂന്ന് വെച്ചേ. അതെ, ഇപ്പൊ എല്ലാവരും സംശയം തീർന്നല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രസിഡന്റായി ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഈ മാവേലിയെ കരിവാരിത്തേക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതിന്റെ അതിന് എന്നാ കരിവാരിത്തേക്കാനാ? കൊട്ടടാ ചെണ്ട, ആടടാ കാവടി, വാടാ മാവേലി. വാ മാവേലി. സുരേഷ്, അതൊക്കെ എടുത്ത് വെക്ക്, ഞാൻ വരുന്നു. മഹിളാമണി കൊണ്ടുപോവാ. മാവേലി ചരക്ക അല്ല, കരിക്ക. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സ്വീകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദേഷ്യായിരിക്കണോ? ഇതുപോലൊരു സ്വീകരണം നോം ജയിലിൽ പോലും അനുഭവിച്ചിട്ടില്ല. അല്ല, ജീവിതത്തെ അനുഭവിച്ചിട്ടില്ലാന്ന് അല്ലേ മന്ത്രി? അതെ അതെ, സ്വീകരണം ബലവേഷ്. അതെ മാവേലി, ഈ വർഷവും വരാതെ ദിവസവും കൂടെ വന്ന തന്നെ അതിന് പരോള് കിട്ടണ്ടേ? ഈ പാതാളം എന്ന് പറയുന്ന വലിയൊരു കാരാഗ്രഹമാണല്ലോ. അവിടുന്ന് ഈ പരോള് കിട്ടി ഇങ്ങ് വരണ്ടേ എന്നാണ് തിരുമേനി ഉദ്ദേശിച്ചത്, അല്ലേ തിരുമേനി? അതെ പ്രസിഡന്റ്, നമ്മുടെ പള്ളിയുറക്കം എവിടെയാന്ന് പറഞ്ഞാൽ പള്ളി ഉറപ്പം പള്ളിത്തീറ്റയൊക്കെ പള്ളിക്കുറിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരുമേനി വന്നേ, നമ്മളിവിടെ പള്ളി ഉറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതി വല്ല ഗുണം ഉണ്ടാകുമോ? എന്നാ പറഞ്ഞതെന്ന് ഞങ്ങക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടിനെയും തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പോകുന്നല്ലേ? ഇല്ല, മന്ത്രിക്കും മാവേലിക്കും ഞങ്ങൾ രണ്ടുപേരും കൂട്ട് കിടക്കും. അല്ലെ, ഞങ്ങൾ രണ്ടുപേരും കൂട്ട് കിടക്കും. പ്രസിഡന്റ്, ഈ പഞ്ചായത്തിന്റെ ഫണ്ട് മുഴുവൻ ഇവിടെയാണോ സൂക്ഷിക്കുന്നത് അതോ പ്രസിഡന്റിന്റെ വീട്ടിലാണോ? എന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഈ പ്രതിപക്ഷ കഴിവുകൾ സമ്മതിക്കണ്ട മാവേലി. അതുകൊണ്ട് എല്ലാ അലമാരി വെച്ച് പൂട്ടിയേച്ച് ആ കൊല്ലു മാത്രം എന്റെ കൈ തന്നേക്കുക. കണ്ടോ? നമുക്ക് ഇവിടെ തന്നെ പള്ളി ഉറങ്ങല്ലേ തിരുമേനി? അതെ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറാമായിരുന്നു. ചൊറിഞ്ഞിട്ട് പാടില്ല. അയ്യേ, അതിന് പാതാളത്തിൽ മാവേലി ലുങ്കി കൊടുത്തോണ്ടാണോ കിടന്നുറങ്ങുന്നത്? ഏയ്, പാതാളത്തിൽ നോമ്പ് ഒന്നും വിടാറില്ല. അതെ മാവേലി, അതൊന്നും ഇവിടെ നടക്കുകയല്ല. ലുങ്കിയൊക്കെ ഒപ്പിച്ചു തന്നോളാം. മകളാമണി ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോക്കോ, ഞാൻ എത്തിക്കോളാം. അല്ലെ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആയിക്കോട്ടെ, നാളെ കാണാം. അപ്പൊ മാവേലിക്കും മന്ത്രിക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. വാ അമ്മറേ. പ്രസിഡന്റ്, പ്രസിഡന്റ്, അയ്യോ, പ്രസിഡന്റ്, പ്രസിഡന്റ്, എന്താ പറ്റിയേ? പഞ്ചായത്തിലെ മൊത്തം സാധനങ്ങൾ കള്ളന്മാർ അടിച്ചോണ്ട് പോയി. അതിന് നിങ്ങൾ എന്തിനാ തുണിയില്ലാതെ നിൽക്കുന്നത്? പ്രസിഡന്റ് ചിരിക്കണ്ട, ഞങ്ങൾക്ക് മാത്രമല്ല പ്രസിഡന്റിനുള്ള ഉടുതുണി. ഏത് കഴിവേറിയാണോ ഇത്? അയ്യോ, ഇത് പ്രസിഡന്റ് തന്നെയാ. അതല്ല ചോദിച്ചേ, ഇതെല്ലാം ചെയ്ത ഏത് കഴിവേറിയാന്ന്? അതാ മാവേലിയുടെ കൂടെ വന്ന ആളും. എന്റെ ദൈവമേ, അയ്യോ എന്റെ മാല, അയ്യോ എന്റെ മോതിരം, എന്റെ വാച്ച് എല്ലാം അത് മാത്രമല്ല, ഈ അലമാലയിൽ ഇരുന്ന കംപ്ലീറ്റ് പണ്ടുമാർ അടിച്ചോണ്ട് പോയി. ആകെ ഇനി ഈ ബുക്ക് മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ പൂക്കുറ്റിങ്കര പുണ്യാളാ. എടോ മന്ത്രി, എന്താ തിരുമേനി? എത്ര പ്രകൃതി രമണീയമാണ് ഈ പൂക്കുറ്റിക്കര ഗ്രാമം. കണ്ടില്ലേ, ഓരോരുത്തർ അടിച്ച് പൂക്കുറ്റിയായിട്ട് പ്രകൃതി രമണീയതയിൽ ലയിച്ച് കിടക്കുന്നത് കണ്ടാൽ അറിയാം. ഇവൻ തനി പൂക്കുറ്റിക്കര പൗരൻ തന്നെ. കുടുംബം നോക്കാതെ പൂക്കുറ്റിയായിട്ട് കിടക്കാവൻ. അതിരിക്കട്ടെ, നമ്മൾ ഈ പഞ്ചായത്തിലേക്ക് നേരത്തെ വരുമെന്ന് ടെലഗ്രാം അടിച്ച കാരണം നല്ല സ്വീകരണമായിരിക്കും ഇവർ ഒരുക്കിണ്ടാവുക അല്ലേ? സംശയമുണ്ടോ? തിരുമേനിയെ പൂക്കുറ്റിക്കരക്കാര് സ്നേഹം കൊണ്ട് വേർപ്പ് പൊട്ടിക്കാം. അതെനിക്കിഷ്ടായി. വാ.
ദേ ഒരു വൃത്തികെട്ടവന്റെ ഫോട്ടോ. തിരുമേനി, അത് തിരുമേനിയുടെ ഫോട്ടോയാ. എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ദേ മഹാബലിക്ക് സ്വാഗതം. സ്ഥലം ഇത് തന്നെ. ഫോട്ടോ നന്നായിണ്ടല്ലേ? ഇവന്മാർക്ക് കമ്പ്യൂട്ടറിൽ കയറ്റാൻ വയറൊന്ന് കുറയ്ക്കാമായിരുന്നു. വയറില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ബാവേലി. വാ പോരാ. വേഗം നടക്കടോ. എടോ മന്ത്രി, എന്തുവാ ഇതന്നെയല്ലേ പഞ്ചായത്ത് ഓഫീസ്? അതെ. നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മൾ അയച്ച ടെലഗ്രാം കിട്ടിയില്ലാവോ? എന്താ സംഭവിച്ചേക്കെന്ന് അറിയത്തില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. പൂക്കുറ്റിക്കര ഗ്രാമപഞ്ചായത്തുകാരെ ഇവിടെ ആരും ഇല്ലേ? ദേ മഹാബലി തമ്പുരാനും മന്ത്രിയും വന്നിരിക്കുന്നു. വധു സ്വീകരിച്ചാല് സ്വീകരിക്ക്. Fooling you, no. Schooling you, yes. Here we go, damn. Push the tempo. Where my hoes at? Here we go, boom, up to your grill. Come on! It's time for you to shut it down. If you're ever gonna make up, your people, your guns, but they got the world. തിരുമേനി നല്ല പുതുമയുള്ള സ്വീകരണം. പൂമാല ഇട്ടോണ്ട് സ്വീകരിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ അണ്ടർവെയർ ഇട്ടോണ്ട് സ്വീകരിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. അതെ, ഈ 3 അണ്ടർവെയർമെല്ലാം ആരാ ശരിക്കുള്ള പ്രസിഡന്റ്? ഞാനാണെങ്കിലോ? ഞാൻ മാവേലി. ആണോ? ഞാനൊരു ടെലഗ്രാം അയച്ചിരുന്നു. കിട്ടിയല്ലോ, നേരത്തെ തന്നെ കിട്ടി. എന്നിട്ട് എന്റെ സ്വീകരണമൊന്നും കണ്ടില്ലേ? സ്വീകരണമൊക്കെ എപ്പോഴേ ഏർപ്പെടുത്തി. മകളെ, ഈ മാവേലിക്കും അതിന്റെ അനുയായിക്കും ഉള്ള സ്വീകരണമൊക്കെ അങ്ങോട്ട് അന്തസ്സായിട്ടങ്ങ് നടത്തിയാലേ. തല്ലി കൊല്ലടാ കള്ളന്മാരെ. തിരുമേനി കോടി രക്ഷപ്പെട്ടോ? അവന്മാര് കൊണ്ട് പറയുകയുണ്ട്. തിരുമേനി എന്റെ പുറകെ ഓടാതെ വേറെ വഴിക്കോട്. അടി നമുക്ക് വീതിച്ചു കൊള്ളാം. ഞാൻ ഏത് വഴിക്ക് ഓടാൻ? ഞാനുണ്ട് തന്നെ. എടോ മന്ത്രി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നമ്മുടെ പേരിൽ അവരാരോ പറ്റിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-18 വർഷമായി ഓഡിയോ വീഡിയോ വിപണന രംഗത്ത് വിജയം കണ്ടെത്തിയ അത്ഭുത ഹാസ്യ പരമ്പരയാണ് മാവേലി കൊമ്പത്ത്. ഇതിലൂടെ വന്ന പലരും ഇന്ന് മലയാള സിനിമയുടെ പല കൊമ്പത്തും ഉണ്ടെങ്കിലും ഓണക്കാലമാവുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കൊമ്പത്ത്. അതാണ് മാവേലി കൊമ്പത്ത്. സൗഹൃദങ്ങൾ കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന മാവേലി കൊമ്പത്തിൻ്റെ ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും വിജയവും ഭാവവും. എൻ്റെ ദൈവമേ, ഇക്കാലത്തൊന്നും രഹസ്യമല്ല, എല്ലാത്തിനും പരസ്യമാണ്. വിവാഹത്തിന് പരസ്യം, വാങ്ങാൻ പരസ്യം, വിൽക്കാൻ പരസ്യം, തടി നന്നാക്കാൻ പരസ്യം, തേച്ചു കുളിക്കാൻ പരസ്യം. ഇനി 16 അടിയന്തരത്തിന് വരെ ഭാവിയിൽ പരസ്യം വന്നാൽ അത്ഭുതപ്പെടാനില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് മേന്മ പെരുപ്പിച്ച് മനുഷ്യനെ മക്കാറാക്കുന്ന ഒരു പരസ്യ കമ്പനിയിലേക്ക്, കോര ആൻഡ് കോര എന്ന പരസ്യ കമ്പനിയിലേക്ക് നമുക്ക് രഹസ്യമായിട്ടൊന്നും കടന്നില്ല. ഹലോ, കോര ആൻഡ് കോര മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ കോര സ്പീക്കിംഗ്. പറഞ്ഞോളൂ, മുണ്ടിന്റെ പേര് പറഞ്ഞോളൂ. ലൂയിസ് മുണ്ടോ? അതിന്റെ ക്യാപ്ഷൻ എപ്പോഴും എഴുതി കഴിഞ്ഞു. നീയുണ്ടോ? ഞാനുണ്ടോ? അവനുണ്ടോ? അവൾക്കുണ്ടോ? എന്തുണ്ടോ? ലൂയിസ് മുണ്ടുണ്ടോ? തലക്ക് ഭ്രാന്തുണ്ടോ? തലക്ക് ഭ്രാന്ത് പണ്ടായിരുന്നില്ലേ, അത് കരണ്ടടിപ്പിച്ച് മാറ്റിയല്ലോ. ഓടാ ഭ്രാന്ത, തലക്ക് ഭ്രാന്തുണ്ടോ? ഹലോ, പോര ആൻഡ് പോരയല്ല, കോര ആൻഡ് കോര. പറഞ്ഞോളൂ. ഓ, ജമാലുദ്ദീൻ വിജാഗിരികൾ ക്യാപ്ഷൻ എഴുതി കഴിഞ്ഞല്ലോ, കേട്ടോളൂ. മെല്ലെ മെല്ലെ ജമീലാടെ ജാലകം തുറക്കുന്നു ജമാലുദ്ദീൻ. ഏത് പാതിരാത്രിയിലും ശബ്ദമില്ലാതെ ജാലകങ്ങൾ തുറക്കാൻ ജമാലുദ്ദീൻ വിജാഗിരികൾ. എങ്ങനെയുണ്ട്? ആലോചിക്കട്ടെന്നാ എന്നാ ആലോചിക്ക്. 2-3 ദിവസമായിട്ട് ആലോചിച്ചില്ലേ? ആലോചിക്കട്ടെ. പഴയ ദ്രവിച്ച വിജാഗിരിക്ക ക്യാപ്ഷൻ എഴുതി എന്നെ വേണമെന്നല്ലേ. ഇനി ചെരുപ്പിന്റെ പരസ്യം എഴുതാം. ഓണം, റംസാൻ, ക്രിസ്മസ് ആഘോഷം ഏതുമാകട്ടെ, കാലിൽ മത്തായി ചെരുപ്പ് തന്നെ വേണം. കൊള്ളാം. നിങ്ങളല്ലേ കോര ആൻഡ് ചേര? കോര ആൻഡ് ചേരയല്ല, കോര ആൻഡ് കോര. ഇരിക്കൂ. എന്താണ് വന്നത്? അതെ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതിനൊരു പരസ്യം വേണം. ആണോ? അതിന് വന്നതാ. പ്രോഡക്റ്റ് കാണിക്കൂ. പ്രോഡക്റ്റ് കുഴപ്പമുള്ള ഒന്നുമല്ല, ജീവിതത്തിൽ ആണിനും പെണ്ണിനും ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധന. ജുവല്ലറി. ഇതാണ് ചേര. എങ്ങനെയുണ്ട്? എടുത്ത് മാറ്റോ ഇതൊക്കെ? എന്ത് വൃത്തികേടാണിത്? മാറ്റി. അപ്പൊ പ്രോഡക്റ്റ് കാണണ്ടേ? ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഓഹോ, അണ്ടർവയറുകളും ജെട്ടികളും. അതെ. ഓക്കെ, പരസ്യം കൊടുക്കാം.
ഓ എന്താണ് പ്രോഡക്റ്റിന്റെ പേര്? അന്തർമാൻ ജെട്ടികൾ. അല്ല, ആരാണ് ഈ അന്തർമാൻ? അത് നമ്മൾ ഉപ്പാപ്പേ. മൂപ്പർ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കച്ചവടം ചെയ്യുന്നത്. ഉപ്പാപ്പാനെ ഓർക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഇത് ഉപ്പാപ്പാടതാണോ? അല്ല, ഇതിന്റെ അയ്യേ. ഓക്കെ, ആരെയാണ് നിങ്ങൾ മനസ്സിൽ പരസ്യത്തിന് കാണുന്നത്? രജനീകാന്തിനെ കിട്ടുമോ? രജനീകാന്ത്. ഓക്കെ, ക്യാപ്ഷൻ റെഡി. അന്തർമാൻ ജെട്ടി വിട്ടുണ്ട്, രജനീകാന്ത് സ്ലോ ആക്ഷനിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, അന്തർമാൻ ജെട്ടി ഊറെണ്ണ വിട്ട ദൂറെണ്ണ വിട്ട മാതിരി. അല്ലാ, അത് വേണ്ട. ഒരാള് 100 സെറ്റിട്ട ചൂടെടുത്ത് ചത്തോന്ന് വിചാരിച്ചിട്ട് ആള് വാങ്ങൂല. അത് ശരിയാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് മമ്മൂട്ടിനെ വെച്ചാലോ? മമ്മൂട്ടി കൊള്ളാം, നല്ല സെലക്ഷൻ. ക്യാപ്ഷൻ റെഡി. മമ്മൂട്ടി ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നു, കൂടെ ഡാൻസുകാർ, പിന്നെ ഡാൻസ്. അങ്ങനെ ഡാൻസിന് ശേഷം മമ്മൂട്ടി പറയുന്നു, എന്റെ പൗരുഷത്തിന്റെ പ്രതീകം അന്തർമാൻ ജെട്ടികൾ. പിന്നെ മോഹൻലാൽ ആയാലും കലക്കും. മോഹൻലാൽ അന്തർമാൻ ജെട്ടിയിട്ടുണ്ട്, ആടുതോമയായിട്ട് വരുന്നു, മുണ്ടു പറിച്ചടിക്കുന്നു. എന്നിട്ട് ശരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, എന്റെ ജീവൻ ടോൺ അന്തർമാന്റെ കറുത്ത മുട്ടക്കാട്ടൻ ജെട്ടികൾ. അത് കലക്കും. അത് കലക്കും. പക്ഷെ ഇത് അലക്കണം. ഇനി വേറൊരു ഐഡിയ. ഒരു 10-15 പേർ ഏരിയൽ കയറി നിന്നുകൊണ്ട് ഒരു വീടിന് പെയിന്റ് അടിക്കുന്നു. അവരിട്ടിരിക്കുന്ന എല്ലാം അന്തർമാൻ ജെട്ടികൾ. അതെങ്ങനെ പ്രേക്ഷകർ കാണും? അവര് മുണ്ട് മടക്കി കുത്തിയല്ലേ നിൽക്കുന്നത്. മാത്രമല്ല, നമ്മൾ ക്യാമറ താഴെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ പാട്ട്, വലുതുണ്ടു ജെട്ടികൾ, ചെറുതുണ്ടു ജെട്ടികൾ, വേഗം ധരിക്കുവിൻ കൂട്ടുകാരെ, പായലേ വിട പൂപ്പലേ വിട അന്തർമാൻ ജെട്ടികൾ. മങ്ങാതെ മായാതെ കീറാതെ കാക്കും ഇവൻ, മങ്ങാതെ മായാതെ കീറാതെ കാത്തിടും. ഇത് ചിലപ്പോ കലക്കും. ഇത് കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഷൂട്ടിംഗ് തുടങ്ങാം. പിന്നെന്താ, തീർച്ചയായിട്ടും. വെരി ഗുഡ്. പിന്നെ ഇതിന് മൊത്തം നമ്മൾ ടോട്ടൽ എമൗണ്ട് നമുക്കൊരു 50 ലക്ഷം രൂപക്ക് തീർക്കാം. 50 ലക്ഷം താങ്ങൂല. ഒന്ന് കുറച്ചുകൂടെ. എങ്കിലൊരു 25 താങ്ങുവോ? മോനെ താങ്ങൂല. ലേശം കൂടി. 10 താങ്ങാൻ പറ്റും. ഒന്നും കൂടി. 5 താങ്ങി നിർത്ത്. പൊന്തൂല. 2 1 ലക്ഷം ആവും. 50,000. അതെ, ഇനി നമ്മൾ തമ്മിലൊന്നും പറയണ്ട. ഞാൻ മൊത്തം നുള്ളി പൊറുക്കി എല്ലാം കൂടി ഒരു 10,000 ഉറുപ്പ്യ മുടക്കാം. 10,000 രൂപക്ക് മമ്മൂട്ടിനെ വെച്ച് പൗരുഷത്തിന്റെ പ്രതീകം രജനീകാന്ത്, മോഹൻലാൽ. അയ്യോ കാക്ക, വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മളെ വീട്ടിൽ 5 കെട്ടിയോളുമാരും. 5 കെട്ടിയോളൂ? അപ്പോൾ കുട്ടിയോൾ? അതിലുള്ള കുട്ടികളും. അതായത് സൂറായിൽ 7, നസീമായില് 12, അയ്യോ ജമീലായാലും ഒരു 6. ചുരുക്കി പറഞ്ഞാൽ 5 ഭാര്യമാരിലായിട്ട് 42 കുട്ടികൾ. 42. അപ്പോ 5 ഭാര്യമാരും 42 കുട്ടികൾ. അതെ. എന്നിട്ടാണോ നിങ്ങൾ ഈ പ്രോഡക്റ്റിന് വേറെ ആൾക്കാരെ അന്വേഷിച്ച് നടക്കണത്? നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ വിളിച്ചു നിർത്തുക. എന്നിട്ട് അതിന്റെ നടുവിൽ നിങ്ങൾ ഈ ജെട്ടി നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. അടിയിൽ ക്യാപ്ഷൻ, എന്റെ വിജയത്തിന്റെ വഴികാട്ടി അന്തർമാൻ ജെട്ടികൾ. ഒന്ന് പോകാക്കാം. ഒരു പരസ്യം മനുഷ്യനെ ഇടങ്ങേറാക്കാൻ വേണ്ടി വല്ല ബോട്ട് ജെട്ടിയിൽ കൊണ്ട് കൂട്ടിയിട്ട് വെക്ക്. കൊണ്ടുപോ. തനിക്ക് പരസ്യം ചെയ്യാൻ കഴിയില്ല, അത് പറഞ്ഞാൽ മതി. എനിക്ക് നീ മാത്രമല്ല 100,000 പരസ്യക്കാരുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചാൽ എനിക്ക് ആരെ കൊണ്ട് പരസ്യം ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഈ അങ്ങനെ കൊച്ചാക്കിട്ട് നമുക്ക് ഈ ഒരു പരസ്യ കമ്പനിക്കാരന് എടാ, ഈ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ കൊണ്ടുവരുന്ന പരസ്യം എടുക്കാൻ. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട. ഞാനൊരു പരസ്യം കൊടുക്കാൻ വേണ്ടി വന്ന ആ പെരട്ട കോര എന്നെ ഇൻസൾട്ട് ചെയ്തു. നിങ്ങൾക്കറിയോ, ഇന്ന പരസ്യം എടുക്കാൻ ഞാൻ അമിതാഭ് ബച്ചനെ കൊണ്ടുവരും. അമിതാഭ് ബച്ചനെ ടിക്കാക്ക് ഇത്ര പരിചയമാണ്? പരിചയമാണെന്ന്. നമസ്കാരം. പണ്ട് ഞാൻ കലാഭവനിൽ മിമിക്രി കാണിക്കുന്ന കാലഘട്ടത്ത് അൻസാറും സൈനുദ്ദീനും നാരായണൻകുട്ടിയും റഹ്മാനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് നല്ല രസകരങ്ങളായ ഐറ്റങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ വല്ലപ്പോഴും ഞങ്ങൾ ഓഡിയോ കാസറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അന്ന് പ്രധാന വിഷയമാക്കിയിരുന്നത് പോലീസ് സ്റ്റേഷനും സർക്കാർ ആശുപത്രിയൊക്കെയാണ്. കാരണം അതിൽ നിന്നാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല നർമ്മങ്ങൾ കിട്ടിയിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും ചിലപ്പോൾ, സ്റ്റേജിൽ തന്നെ അന്ന് ചെയ്തിട്ടുള്ളൊരു സർക്കാർ ആശുപത്രി വെച്ചിട്ട് ഒരു പ്രസവം നടക്കുകയും അതിന് പ്രസവത്തിന് ആദ്യം കത്തി കൊണ്ടുപോവുക, പിന്നെ വാക്കത്തി കൊണ്ടുപോവുക, കോടാലി കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അൻസാറിൻ്റെ സ്റ്റേജിൽ കിടന്നുള്ള ഓട്ടമൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നത് ഇന്നും ക്ഷാമമില്ലാതെ തമാശകൾ ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയാണ് ഈ സർക്കാർ ആശുപത്രിയൊക്കെ. ഒരു സൈഡിൽ സർക്കാർ ആശുപത്രിയുടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില രസകരങ്ങളായ തമാശകൾ കോർത്തിണക്കിക്കൊണ്ട് ഇപ്പോഴും നമുക്ക് വളരെ നല്ല ഐറ്റങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും നമുക്കൊന്ന് കാണാം. എന്തുവാടോ ഇത്, കുട്ടൂസന്റെ ഗുഹയോ? വായടച്ചു വെച്ചിട്ട് ശ്വാസം വലിച്ചു വിട്ടെ. രക്ഷയില്ല. ശ്വാസം പുറത്തേക്ക് വിട്ടെ.
അസ്ട്രോഷ്യസ് തന്റെ ഹൃദയം പാടുന്നു. എന്റെ ഹൃദയം പാടുന്നല്ല, പിന്നെ മൊബൈലിലെ റിംഗ് ടോൺ ആണത്. മൊബൈലിന്റെ റിംഗ് ടോൺ. ഈ വക സാധനങ്ങളായിട്ട് മേലെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറവുണ്ടോ? കുറവുണ്ട്. വന്നപ്പോ 5000 ഉണ്ടായിരുന്നു, ഇപ്പൊ 50 ഉള്ളു. ഇതാ നിന്റെ ഒന്നും നെഞ്ചുവേദന ഒരു കാലത്തും കുറയാത്തത്. എന്തായാലും അർജന്റായിട്ട് നമുക്കൊരു ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരും. ബൈപ്പാസ് ഓപ്പറേഷനാ? എടാ, എടപ്പള്ളിയിൽ നിന്ന് വയറ്റിലേക്ക് വരെ ബൈപ്പാസ് ഉണ്ട്, പിന്നെ തനിക്കൊരു ബൈപ്പാസ് വെച്ചാൽ എന്താ കുഴപ്പം? മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അതായത് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെട്ടാൽ പാസ്, അല്ലെങ്കിൽ ബൈ. പിടികിട്ടില്ല. അതായത് നീല ടർപ്പായ 10 പ്ലാസ്റ്റിക് കസേര, വീട്ടിലോട്ട് തിരിയുന്ന ജംഗ്ഷനിൽ ഒരു കറുത്ത കൊടി, വരുന്നവർക്ക് വടയും ചായയും, വലിക്കുന്നവന് വലിക്കാം, മുറുക്കുന്നവന് മുറുക്കാം. ഇപ്പൊ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അതൊക്കെ സഞ്ചയനത്തിന് നാട്ടുകാർക്ക് മനസ്സിലായിക്കോളും കേട്ടോ. ഞാൻ പുറത്തേക്ക് ഒരു ഗുളിക എഴുത്തിരുന്നുണ്ട്, അതിന്റെ 2 സൈഡ് മുറിച്ച് കളഞ്ഞിട്ട് ആ നടുക്കോശം എടുത്തു തന്നു. അതെന്തിനാ? സൈഡ് എഫക്ട് ഉണ്ടാവാതിരിക്കാനാ കേട്ടോ. ഇത് പുറത്തുനിന്ന് മേടിച്ചോ. പിന്നെ ഇതേ പുറത്തൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചില്ലുപെട്ടി വെച്ചിട്ടുണ്ട്. തുച്ഛമായ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സ്വർണ്ണമാലയോ പേഴ്സോ നവരത്ന മോതിരോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടേ പോവുള്ളൂ. പുണ്യം കേട്ടോ, പുണ്യം. ഇടാത്തവരുത്തനെ പാണ്ഡ്യതോറെ ഇടിച്ചായിരുന്നു. പാരസെറ്റമോൾ ഇല്ല. അവളില്ലെങ്കിൽ എന്താ നിനക്ക് എടുത്തൂടെ മരുന്ന്? എന്ത്? പാരസെറ്റമോൾ ഇല്ലെങ്കിൽ അവള് പോട്ടെ. എന്തിനാ നിക്കണത്? മാങ്ങ പറിക്കാനാ? അല്ല, തേങ്ങ പറിക്കാൻ. മര്യാദക്ക് നിന്ന് ഉള്ള മരുന്നെടുത്ത് തരാം. നിന്റെ കുടുംബസ്വത്തിന്റെ വീതം ചോദിക്കാൻ വന്നതല്ല ഞാൻ. അല്ലെങ്കിൽ കിളവന്മാരൊക്കെ ഇങ്ങനെയാ. അയ്യടാ, എന്നെ ചെറുപ്പക്കാരനെ പോലെ കുഞ്ചാക്കോ ബോബനെ പോലെ വന്ന് നിക്കാം. താൻ തന്റെ പാട് നോക്കി പോടോ കിളവാ. ഈ നോക്കിക്കോ, നാളെ ഞാൻ ഇവിടെ വന്ന് നിന്നെ ഖരാവോ ചെയ്യും. അഹങ്കാരി. അത് ഇയാള് ഖരാവോ എന്ന് പറയാനുള്ള ആരോഗ്യം ഉണ്ടാക്ക്. എന്നിട്ട് മതി എന്നെ ഖരാവോ ചെയ്യാൻ കേട്ടോ. ഈ കുട്ടി ലവണതയിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ ബ്ലൂടൂത്ത് ഭഗവാനെ. സാറേ, എന്താ വിശേഷം? സിസ്റ്റർ പ്രസവിച്ചു. ഏത് സിസ്റ്റർ? ചതിച്ചോ? ലില്ലി സിസ്റ്ററോ, രമണി സിസ്റ്ററോ, മേരി സിസ്റ്ററോ, സൗമ്യ സിസ്റ്ററോ? ലില്ലി സിസ്റ്ററും സൗമ്യ സിസ്റ്ററും എന്നല്ല, ദുബായിലുള്ള എന്റെ സിസ്റ്റർ പ്രസവിച്ചു. ആളേന് ഇപ്പൊ വിളിച്ചു പറഞ്ഞോളൂ. അതിന്റെ സന്തോഷമായിട്ടുള്ള ലഡുവാ. ഓ, മനുഷ്യൻ പേടിച്ചു പോയി കേട്ടോ. എന്തുവാടോ ഇത്? സിസ്റ്റർ പ്രസവിച്ചിട്ട് ലഡു മാത്രമേ ഉള്ളോ? ഏയ്, ലഡു മാത്രല്ല, വൈകുന്നേരം ആവുമ്പോ വൈകുന്നേരം ഈ മുട്ടിന് ഭയങ്കര വേദന. അത് വല്ല എല്ലിന്റെ കംപ്ലൈന്റ് ആണോ സാറേ? പോയി ഒരു OPR മേടിച്ചോണ്ട് വേണോ? OP ടിക്കറ്റ് എടുത്തോണ്ട് വരാൻ. ഫ്രീ ആയിട്ട് ഇവിടെ ചികിത്സിക്കാൻ വയ്യ. പിന്നെ സാറേ, നമ്മുടെ ലില്ലി സിസ്റ്റർ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിൽ നിന്ന് കരയുന്ന കണ്ടായിരുന്നല്ലോ. എന്താ പ്രശ്നം? അടുത്ത മാസം ശമ്പളം മേടിക്കാൻ പറ്റാത്ത സ്ഥിതിയാന്ന് അവര് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അടുത്ത മാസത്തെ ശമ്പളം പിടുത്തം കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. എടോ, എന്തോരം ലോണാ അവര് മേടിച്ചു വെച്ചേക്കുന്നത്? തിരിച്ച് ഈടാക്കണ്ടേ നമുക്ക്? പിന്നെ ഡോക്ടറെ, രോഗികളൊക്കെ സാറിനെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങി കേട്ടോ. രോഗികളിൽ നിന്ന് അമിതമായ ഫീസ് ഈടാക്കുന്നു. എടോ, പഠിക്കാൻ വേണ്ടി മുടക്കിയതൊക്കെ നമുക്ക് മുതലാക്കണ്ടേ? സാർ ഏതോളല്ലോ പഠിച്ചത്? രൂപതാ മാനേജ്മെന്റ്. എന്നുവെച്ചാ ഓരോ മാസം 1-ം തീയതി ആകുമ്പോൾ മാനേജ്മെന്റ് നമ്മളോട് രൂപത എന്ന് പറയും. ഇതാ രൂപതാ മാനേജ്മെന്റ്. പിന്നെ ഞാൻ അതിരൂപതാ മാനേജ്മെന്റ് പഠിച്ചു. അതോടുകൂടി അച്ഛന്റെ കളസം പോയി. അച്ഛന്റെ ടൈം ഇപ്പൊ വെയിറ്റ് ഷെഡില്ല, താമസം. ബെസ്റ്റ് ടൈം. ഹലോ, അമ്മണി സിസ്റ്റർ അല്ലേ? കോശി ഡോക്ടറിന്റെ മുറിയിൽ നിന്നാണ്. 9-ാം വാർഡിൽ കിടക്കുന്ന ആ മുരുകന്റെ എക്സ്റേ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. ഓക്കെ, താൻ്റെ ഒരു കാര്യം ചെയ്യ്, ആ മുരുകനെ അകത്തോട്ട് പറഞ്ഞു വിട്. ശൂലം കുത്തി വിടണോ? ആ മുരുകനല്ല, പേഷ്യന്റ് മുരുകനെ അകത്തോട്ട് കയറ്റി വിടാം. മുരുകാ, ഇതൊക്കെ എന്ത് അവയവോ ഇത്? നട്ടല്ലാണേ. ഇതാണോ എനിക്കില്ല എന്ന് ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മേശപ്പുറത്തിരിക്കണ അവള് കണ്ടിട്ടില്ലേ? ഡോക്ടറേ. യെസ്, ക്ലമിൻ. മിസ്റ്റർ മുരുകൻ, നിങ്ങളെ പറ്റി പറഞ്ഞ് നാക്കിപ്പെടുത്ത് അങ്ങോട്ട് വെച്ചോളൂ. എന്തിനാ? എനിക്ക് 100 ആയുസാണ്. തന്റെ ആയുസ് തീരാറായി. അതിനെപ്പറ്റി പറയാൻ അർജന്റായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ സാർ? ഇന്നലെ തന്റെ ഷുഗർ ചെക്ക് ചെയ്തപ്പോഴേ 900 തന്റെ ഷുഗർ. താനിപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തോട് നന്ദി പറ. അയ്യോ, ആ കാര്യം പറയാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് കാര്യം? ഞാൻ ഇന്നലെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കുപ്പിയില്ലേ, അത് മാറിപ്പോയി. എന്ത് കുപ്പിയില്ല അതാ കൊണ്ടുവന്നത്? അത് വീട്ടില് തേനിരുന്ന കുപ്പിയായിരുന്നു. അത് പറ. വെറുതെ അല്ല തന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഇത്രയും കൊതി തോന്നിയത്. പായസം ടെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലായിരുന്നോ? പോയി വേറെ മൂത്രം കൊണ്ടുപോകണം. പനി നോക്കിയായിരുന്നോ? ഇല്ല. നാക്ക് മടക്കല്ല. അല്ല, പനിയൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ പേനൊക്കെ റീഫില്ലർ മേടിച്ചോണ്ട് പോവാ കേട്ടോ. പിന്നെ മൂത്രം കൊണ്ടുവന്നില്ലെങ്കിൽ റീഫില്ലർ കൊണ്ടുവരണം കേട്ടോ. കുത്തി വരയ്ക്കാനുള്ളതാ. നല്ലവനാ, മരിച്ചാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നമ്മള് തമ്മിൽ അതൊക്കെ വേണോ? എന്തിനാ ഡോക്ടർ മുരുകന്റെ എക്സ്റേ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞത്? പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞ ഇത്രയും വൈകിയാണോ എടുത്തോണ്ട് വരണേ? ഉണങ്ങി കിട്ടിയില്ല. എക്സ്റേയോ? അല്ല, സാരിയും ബ്ലൗസും. അച്ചടാ, ഈ എക്സ്റേ കൊണ്ടുപോയിട്ട് എന്റെ കാറിന്റെ ഡിക്കിക്കകത്ത് കൊണ്ടുവയ്ക്കും. എന്തിനാ സാറ് കാറിന്റെ ഡിക്കിക്കകത്ത് വെക്കുന്നത്?
നാളെയല്ലേ സൂര്യഗ്രഹണം. എന്റെ പിള്ളേർക്ക് രണ്ടുപേർക്കും എക്സ്റേക്കകത്തൂടെ സൂര്യനെ നോക്കാൻ വേണ്ടിയാ പിള്ളേരുടെ ഓരോ പിടിവാശിയെ ഞാൻ കൊണ്ട് കാറിനകത്ത് വെക്ക. തനിക്ക് തരാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിച്ച ലഡു ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നാനും കേട്ടോടൂ. എന്താ വിശേഷം? ഇന്നലെ തറവാടിന്റെ വീതം വെപ്പിന്റെ എഴുത്തുകുത്തൊക്കെ ആയിരുന്നേ. എഴുത്ത് നടന്നില്ല, കുത്തു നടന്നു. അമ്മാവൻ ഐസിയുലുണ്ട്, അതിന്റെ ചെലവാ. ഓടി ഇവളെന്റെ പടം ക്രൈമിൽ വരുത്തും. ഓ ഇതേതാടോ ഈ പെണ്ണ്? എന്റെ സാർ അത് പെണ്ണല്ല, ആണ്. നല്ല വൃത്തികെട്ടാണ്. എന്താടോ സംഭവം? നമ്മുടെ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ യാതൊരു ബോധമില്ലാതെ കിടന്നാ. ഞാൻ പലതും ചോദിച്ചു, ഒന്നിനും മറുപടി പറഞ്ഞില്ല. ആരാണ്ട് ശരിക്ക് പെരുമാറിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ കൈകളിലേക്ക് നോക്കൂ. താങ്കൾ ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. എന്റെ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തു നോക്കൂ. ഇപ്പോൾ താങ്കൾക്ക് എല്ലാം ഓർമ്മ വരുന്നില്ലേ? പറയൂ. ചെറുപ്പത്തിൽ എനിക്ക് ഒരാളെ ഭയങ്കര പേടിയാട്ടോ. എൻ്റെ വീടിനടുത്തുള്ള സുകുമാരൻ ചേട്ടൻ. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഭയങ്കര പേടിയായിരുന്നു. വലുതായപ്പോഴും അദ്ദേഹത്തിൻ്റെ പേടി. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിയുടെ വായി കിടക്കുന്ന നാക്ക്. എൻ്റെ ദൈവമേ, കാരണം ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി തിന്നും. ഭയങ്കര ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് തുടങ്ങും. എന്നാൽ ശരി ചേട്ടാ എന്നും പറഞ്ഞ് നമ്മളും എണീറ്റ് പോകാൻ നോക്കും. പക്ഷേ ഇന്നും 1-ാം തീയതി ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ വീട്ടിൽ ഭയങ്കര തിരക്കാന്നേ. വീരവാദ കഥകൾ കേൾക്കാനൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ടാണ്. 1-ാം തീയതി വരാൻ കിട്ടൂല്ലോ പുള്ളിയുടെ അടുത്ത്. പിന്നെ സഹിക്കുക തന്നെ. പട്ടാളക്കാരൻ്റെ കഥ പറയുമ്പോഴത്തേക്ക് എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു രംഗമാണ്. ദിലീപേട്ടൻ്റെയും അതുപോലെ തന്നെ ലാലിച്ചേട്ടൻ കൂടി ഒന്നിച്ച മീശമാധവൻ എന്ന് പറയുന്ന ചിത്രത്തിൽ. അതിൽ രാത്രി 12 മണിക്ക് പുള്ളി കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഒരാളെ. ചെല്ലുമ്പോഴാണ് പുരുഷനെ കണ്ടുമുട്ടുന്നത്. ഇത് കണ്ടതും പുള്ളി പ്രതീക്ഷിച്ചില്ല. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന സീൻ, അടുത്ത സീൻ എൻ്റെ പകുതി വരെ അതിൻ്റെ ചിരിയായിരുന്നു. ഓർമ്മയില്ലേ? ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. പുള്ളി അമ്പിളിച്ചേട്ടൻ തന്നെ പറയുകയും ചെയ്യും, രാത്രി 2 മണിക്ക് എന്ത് അനുഗ്രഹം മേടിക്കാൻ പോകാനാണ്. ഞാൻ ഇത്രയും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ വീടിനടുത്തുള്ള പട്ടാളക്കാരൻ സുകുമാരച്ചേട്ടനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ക്യാരക്ടർ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദമല്ല കേട്ടത്. മിക്കവാറും അത് പട്ടാളക്കാരൻ സുകുമാരൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. कोमल, मेरा पत्नी कोमल, आपका पति आ गया. कोमल, സുഗേട്ടാ എന്ത് പറ്റി? ഞാനിപ്പോ ഇവിടെ കാർഗിലാണോ? അല്ല, വീട്ടില്. എന്താ സുഗേട്ടാ ഇത്? ഒരു അറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്? അതിർത്തിയിൽ അടുത്ത 2 മാസത്തേക്ക് ചുത്തമൊന്നുമില്ല, പിടി നിർത്തൽ കരാർ. പിന്നെ അവിടെ നിന്നൊരു കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 2 മാസത്തേക്ക് വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് കരുതി. അത് നന്നായി. എന്നാലും വരുന്ന വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. എല്ലാ പ്രാവശ്യവും കമ്പി അടിച്ചിട്ടല്ലേ ഞാൻ കൂടെ വരുന്നത്. ഇപ്രാവശ്യം നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഈ ചേട്ടൻ്റെ ഒരു കാര്യം. അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ സുകുമാരൻ നായർ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചില കളികൾ കളിക്കാനും ചിലതൊക്കെ പഠിപ്പിക്കുവാനും. നീ പോ മോളെ ദിനേശി. അസലും മോഹൻലാലിനെ പോലെ ആണോ? ദൂരെ കിഴക്കൂതിക്കും മണിക്കച്ചമ്പഴുക്ക ഞാനൊന്നെടുത്ത് വച്ചേ. പിന്നെ വെട്ടിയെത്താൻ പാടത്തിൽ ഈ സമയത്താണ് ഈ വയ്യാവലിക്ക് വരാൻ കണ്ടത്. അല്ല, ഇതാര് സുകുമാരൻ നായരോ? അല്ലെങ്കിൽ എന്താ അറസ്റ്റ് ചെയ്യൂ? ആട്ടെ, അതിർത്തിന്ന് എപ്പെങ്ങടെത്തി? തുപ്പങ്ങെത്തിയുള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇപ്പോ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റം വല്ലതും? അതെ, ഒരു കൊച്ചു പോലും അതിലോട്ട് പോവില്ല. അല്ല, ഈ പട്ടാളത്തിൽ എന്താ ജോലി? തിങ്കൾ മുതൽ വെള്ളി വരെ ചുത്തം, ശനി ഞായർ അവധി. യുദ്ധം ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും വേണ്ടേ? കാരണമുണ്ടാകുമല്ലോ. എന്നും രാവിലെ ഞങ്ങൾ അതിർത്തിയിലേക്ക് ചെല്ലും. പാകിസ്ഥാൻ പട്ടാളവും അതിർത്തിയിലേക്ക് വരും. പിന്നെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് വന്ന് ഇവിടെ തന്നെ. അതിൽ തോൽക്കുന്നത് ആരാണോ അവർ തന്തയ്ക്കും തള്ളയ്ക്കും കയറി വിളിക്കും. പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന യുദ്ധം. അപ്പൊ നിസാര പ്രശ്നങ്ങൾക്കാണ് യുദ്ധം ഉണ്ടാവണല്ലേ? അതെ, ഇക്കഴിഞ്ഞ ആഴ്ച ഒരു ചുത്തം ഉണ്ടായി. ഒരു നിസ്സാര പ്രശ്നത്തിന് വേണ്ടി
ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മൂത്രമൊഴിച്ചു. മുള്ളിയില്ല. ഞങ്ങൾ സ്ഥിരം അങ്ങനെയാ. രാജ്യസ്നേഹം. അവരും അതുപോലെ തന്നെ അവരുടെ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്കും മൂത്രമൊഴിച്ചു. അത് അവരുടെയും രാജ്യസ്നേഹം. അങ്ങനെ മൂത്രപ്രശ്നം രൂക്ഷമായി. അവിടെ തുടങ്ങി ചുട്ടം, യൂറിൻ വാർ. എന്നിട്ട് അത് അവസാനിപ്പിച്ചില്ലേ? പിന്നെ ഒരു മൂത്രക്കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച് അതങ്ങ് അവസാനിപ്പിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് എന്നെങ്കിലും വെടിയേറ്റിട്ടുണ്ടോ? അതും ഒരു സെക്കൻഡ് സാറ്റർഡേ. അന്ന് ചുത്തമില്ല, ഹോളിഡേ. അന്ന് ഞാനിങ്ങനെ പൊറോട്ടയ്ക്ക് പൊടി കുഴച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ തോക്കിന്റെ പൊടി തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ശത്രു സൈന്യം കൂടെ വാഞ്ഞു വന്ന് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ചുത്തമില്ല, എന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു. പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല. എന്റെ ചുറ്റിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും വെടിവെച്ചു. ഒരു 10-40 വെടിയുണ്ടകള് എന്റെ ഈ ശോഷിച്ച ശരീരത്തിൽ തുളച്ചു കയറി സുഹൃത്തെ. എന്നിട്ട് ബോധമില്ലാതെ കിടന്ന എന്നെ പരിശോധിച്ച ഡോക്ടർമാർ അതിവിദഗ്ധമായി എന്റെ ശരീരത്തിൽ നിന്നും 48 വെടിയുണ്ടകളിൽ 46 എണ്ണവും പുറത്തെടുത്തു. ബാക്കി 2 ഉണ്ടയോ? അതിപ്പോഴും എന്റെ ദേഹത്ത് തന്നെയുണ്ട്. അതിർത്തിയിൽ ഈ സുബേദാർ സുകുമാർ നായർ എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യം പേടിച്ച് വിറയ്ക്കും. അതിർത്തിയിൽ ഞാനൊരു പുലിയല്ലേ, പുലി. അയ്യോ സുഖേട്ടാ, ഓടല്ലേ, അവിടെ നിൽക്ക്. ഇത് പുലിയല്ല, പുലിക്കളിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എത്ര പുലികൾ ഉണ്ടായിരുന്നു? 3 പുലി. ഇപ്പൊ എത്ര എണ്ണം അങ്ങോട്ട് പോകുമ്പോ? 1, 2, മൂന്നാമത്തെ പുലി എവിടെ പോയി? അത് ശരിയാണല്ലോ, മറ്റേ പുലി എവിടെ? ആ പുലി എവിടെ ഉണ്ടെന്ന് ഈ പുലിക്ക് നന്നായിട്ട് അറിയാം. സുഖേട്ടാ, നീ മിണ്ടി പോവരുത്, ചുപ്പുരഹോ. പുലികളി എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാടി. പുലി മോനെ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലും. എന്നോടാ പറഞ്ഞത്, ഇറങ്ങട പുലി മോനെ പുറത്ത്. നീ അവിടെ നിന്ന് മുങ്ങിയപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് പൊങ്ങാനാന്ന്. മതിലിനോട് ചേർന്ന് കട കൊല്ലുഞ്ഞാൻ. നിനക്കെന്താ കട്ടിലിന്റെ അടി കാര്യം? ക്ഷീണം കൊണ്ട് കിടന്നതാ. ക്ഷീണം കൊണ്ട് വന്ന് കിടക്കുന്നത് എന്റെ കട്ടിലിന്റെ അടിയിലാണോടാ? അല്ല, ഈ കാട്ടിൽ കിടന്ന് ഞാൻ എങ്ങനെ കട്ടിലിന്റെ അടിയിലായി? കട്ടില് പറന്ന് വന്ന നിന്റെ നെഞ്ചത്തോട്ട് കയറിയിരുന്നായിരിക്കും അല്ലേ? ചിലപ്പോ ആയിരിക്കും. അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നവരെ കൈയോടെ പിടികൂടുന്നവനാണ് ഈ സുകുമാരൻ നായർ. ആ എന്റെ അടുത്താണോ നിന്റെ കളി? ഓണത്തിനിടയ്ക്ക് ക്രിസ്തുമസ് അപ്പൂപ്പനോ? എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നീ ഇതിനകത്തപ്പ കയറി? കഴിഞ്ഞ ക്രിസ്മസിന് കയറിയതാ ഏട്ടാ, ഇറങ്ങാൻ പറ്റിയില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? എടി കോമളം, വണ്ടകി, നിന്നെ ഞാൻ എടി കുടലേ. അപ്പൊ നിനക്ക് ഇവിടെ ഇതാർന്നല്ലേ പണി? മാവേലി കണ്ടില്ലേ, ഇവളെന്നെ ചതിച്ചു. ഇവളെ ഞാൻ വെച്ച് കൊല്ലും. കുമാരന്മാരൊന്ന് ക്ഷമിക്കുക, അവിവേകം കാണിക്കരുത്. ഇല്ല മാവേലി, നോക്കിക്കോ, ദൈവമാരെ ഇവളെ ഞാൻ വെട്ടി വെച്ച് കൊല്ലും. എന്നിട്ട് ഈ വീട് കത്തിച്ച് ഞാൻ ചാമ്പലാക്കും. വേണ്ട, അവന്മാര് പോയി. ഒന്നൊതുങ്ങണേ, ഇതൊരു പ്രസ്ഥാനമാണല്ലോ. ഒന്ന് വഴിമാറേ, ഒന്ന് പറഞ്ഞോട്ടെ. ദൈവമേ, ഇതെന്റെ വീടോ കാഴ്ച ബംഗ്ലാവോ? ഇനി വല്ല ഒട്ട കൊണ്ടോടി അകത്ത്. എന്നാലും നീ എന്നെ ചതിച്ചല്ലോടി. ചതിച്ചു അല്ലേ? നിങ്ങളെ നിങ്ങളുടെ ഭാര്യ ചതിച്ചു, ചതിക്കും, എല്ലാവരും ചതിക്കും. അലോൺ, ഈ നാരികൾ
നാശത്തിന്റെ നാരായ വേരുകൾ എന്ന് കേട്ടിട്ടില്ലേ? തന്നെ ആരാ ചതിച്ചേ? എന്റെ കാമുകി സരള. മാവേലിസ് കറിയോ? മാവേലിസ് കറിയേ അല്ല, മാവേലി കറിയോന്ന്. സ്നേഹം മൂത്തപ്പോ ഞാൻ അവൾക്ക് ബൂസ്റ്റ് മേടിച്ചു കൊടുത്തു, ഹോർലിക്സ് മേടിച്ചു കൊടുത്തു, ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്തു, മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുത്തു. ഞാൻ മേടിച്ചു കൊടുത്ത ഭക്ഷണമൊക്കെ തിന്ന് അവൾ തടിച്ച് കൊടുത്തപ്പോ അവള് പറയാ ഞാൻ മെലിഞ്ഞു പോയി, നമ്മൾ തമ്മിൽ ചേരൂല്ലെന്ന്. അയ്യോ, അവൾ ഇന്ന് എന്നെ ദാരുണമായി വഞ്ചിച്ചു. എന്നിട്ട് ഇപ്പൊ അവൾ എവിടെ ഉണ്ട്? ആൽബത്തില്. അവളിപ്പോ ആൽബം നടിയല്ലേ? ആൽബം നടി സരള. എന്തിനും ഏതിനും ലോൺ എടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം പശുവിനെ വാങ്ങാൻ ലോൺ, വീട് വാങ്ങാൻ ലോൺ, കാറ് വാങ്ങാൻ ലോൺ, എല്ലാ ലോണും കൂടെ എടുക്കും. അവസാനം ഈ ലോണൊക്കെ അടച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇങ്ങനെ ലോൺ എടുത്ത് എത്ര കുടുംബങ്ങളാണ് ജപ്തി ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചില ആൾക്കാരുണ്ട്, നമ്മുടെ അടുത്ത് ആരുടെയെങ്കിലും വീടോ പറമ്പോ ഒക്കെ ജപ്തി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലീവ് എടുത്ത് വരെ, ജോലിക്കൊന്നും പോകാതെ ലീവ് എടുത്ത് വരെ ആ ജപ്തി ചെയ്യുന്ന ആ നടപടി ഒന്ന് കാണാനായിട്ട് വന്ന് നിൽക്കും. സഹായിക്കണമെങ്കിൽ ഇതിന് നേരത്തെ സഹായിക്കായിരുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരുടെയെങ്കിലുമൊക്കെ ജപ്തി നടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് കണ്ട് രസിക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ ഒരു ഹോബിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രവണതയാണ്. ആ പ്രവണത ഇല്ലാതാക്കാൻ ഒരു മിനിറ്റ്. ഹലോ, കുടിയൻ പവിത്രൻ്റെ പോടാ. ഓക്കെ, ഒരു മിനിറ്റ്, ഇതാ വരുന്നു. അതെ, നമ്മുടെ കുടിയൻ പവിത്രൻ്റെ വീട് ജപ്തി ചെയ്യാനായിട്ട് ആൾക്കാർ വന്നേക്കുകയാണ്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ബൈ. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുണ്ടൊരു ഭർത്താവ്. കണ്ണി കണ്ട ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഇന്ന് ഈ വീടിന്റെ ജപ്തിയാ. അയാൾക്കൊരു മോനുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ വെള്ളം അടിച്ച് നടക്കുക. ഇനി കുറച്ച് ഡീസന്റ് ആയേക്കാം. അതേപോലെ ഇന്ന് 4 കാലിലാണല്ലോ. നല്ല മൂഡ്. അതെ, ഇന്നലത്തെ അതേ സെയിം മൂഡിൽ തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. അയ്യടാ, തമാശിക്കാൻ കണ്ടൊരു നേരം. ഇന്ന് ഈ വീട്ടില് ബാങ്കുകാർ വന്ന് എല്ലാത്തിനും അടിച്ചിറക്കുമെന്ന്. എങ്കിൽ അതിന്റെ പ്രതിവിധി ഞാൻ കണ്ടോളാം. മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ലോൺ എടുക്കാതെ സ്വന്തം അധ്വാനിച്ച് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലേ? എന്തുണ്ടാക്കി? പിന്നെ ഈ നിൽക്കുന്നവനെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തതാണോ? പവിത്രോ, വിശ്വാസം അതല്ലേ എല്ലാം. അതേടാ, അതാണ് എല്ലാം. അവൻ സീനിന്റെ പരസ്യം കൊണ്ടുവന്നേക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞ എനിക്കൊരു സംശയമില്ലായ്മ ഇല്ല. മക്കളേടാ, ഇനി വാട മോനെ, വാ, അടുത്തില്ല, അച്ഛൻ്റെ അടുത്തില്ല, വാ. അവര് പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. ഇവല്ലേ അച്ഛനെ ഞാൻ ഞാവൽപ്പഴം പോലെ ഇരിക്കുന്നു, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. സംഭവം അതാ. നിങ്ങൾക്കറിയോ ഈ വീട്ടില് കഞ്ഞിക്ക് 1 മണി അരിയില്ല. നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്നോ? നാട്ടുകാരെ, നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ശരാശരി ഡെയിലി 500 രൂപ ജോലി ഒന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇപ്പൊ ക്ഷീണക്കാരന് ഇപ്പൊ ആരുടെ കള്ളു പിടിക്കാത്തത്? നീ ആയിരുന്നാലും ഞാനായിരുന്നാലും കള്ളു പിടിക്കും. തരക്കേടില്ലാത്ത രീതിയിൽ ഞാനൊരു 490 രൂപ കള്ളു പിടിക്കും. ബാക്കി 10 രൂപ ഞാൻ ഇവിടെയല്ല കൊണ്ടു കൊടുക്കുന്നത്. ഇവിളിത് കൺട്രോളില്ല ചെലവാക്കിയിട്ട് നമ്മളെ പോലുള്ള ആണുങ്ങളുടെ മണ്ടയ്ക്ക് ചാടിക്കയറുന്നത് തെറ്റല്ലേ വാച്ച്മാൻമാര്? തെറ്റാണോ ശരിയാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇന്നലെ 160 രൂപയ്ക്ക് ഒരു പൈൻറ്റ് മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു. അത് അടിച്ചെന്റെ കാലുകുപ്പിയുടെ കുഴപ്പമുണ്ട്. ഈ കുപ്പി എടുത്ത് രാവിലെ ആക്രിക്കൂടെ കൊണ്ട് കൊടുത്താൽ ഇവൾക്ക് 2 രൂപ കിട്ടൂലേ? ആ 2 രൂപയ്ക്ക് നമുക്ക് അരി വാങ്ങിച്ചുകൂടല്ലേ? എന്ത് 2 രൂപയ്ക്ക് 2 കിലോ അരി പോരെ? നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. നല്ലൊരു ഓണം വന്നു, ക്രിസ്മസ് വന്നു. നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങിച്ചു തന്നോ, ഒരു ചുരിദാർ വാങ്ങിച്ചു തന്നോ? അപ്പുറത്തും ഇപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ഉടുത്തൊരുങ്ങി നടക്കുന്ന കാണുമ്പോ എനിക്ക് കൊതിയാവുന്നു. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ റൂട്ട് മനസ്സിലായോ? ഉദ്ദേശിച്ച് ഞാൻ ഇവളെ കാര്യമൊന്നും നോക്കുന്നില്ലെന്ന്. പിന്നെ എന്താണ് നമ്മൾ ആളുകൾ പെണ്ണുങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്താലും നമ്മളിങ്ങനെ കറിയപ്പോലെ പോലെ ആകുന്നേ? ഞാൻ മനസ്സിലാക്കിയോളാ, അതറിയാം. എന്താ ഇവിടെ വേഗം പിടിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കട്ടെ. അയ്യോ, നല്ല നല്ല കളറ്, പുള്ളി നല്ല അടിപൊളി നൈറ്റി. അടിപൊളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ശാന്ത കുളത്തുനിന്ന് കുളിച്ച് കയറുന്ന മുമ്പേ അവിടെ കൊണ്ടുവരണം. വാങ്ങിച്ചതല്ലേ എന്റെ ഇരിക്കുന്ന പൈസ? നിങ്ങളടുത്ത് അവിടെ ഞാൻ കള്ളം പറഞ്ഞല്ല. നിങ്ങളെ പോലെ ഒരാളൊരുത്തല്ല ഞാനും തന്നെ എടുക്കണണ്ട. എന്തോന്ന് ലീലേര പാവാട ഇതുകൊണ്ട് കൊടുത്തിട്ടാണ് നാളെ അവൾക്ക് ചന്തയിലിട്ടോണ്ട് പോകാൻ. കേട്ടോ ചേച്ചിമാരെ? ഓരോ ഭർത്താക്കന്മാരെ കണ്ടു പഠിക്കണം നിങ്ങൾ. അതെന്താ അവര് പാവാട എടുത്തോണ്ടാണ് നടക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ രാഘവൻ ചേട്ടനെ മീന ചേച്ചിക്ക് വള്ളം മേടിച്ചു കൊടുത്തു, അറിയാവോ? രാഘവൻ വള്ളം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും നടി തൊഴയുന്ന കമ്പളിട്ട നാട്ടുകാരല്ലേ?
അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാട് പറയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നീ അകത്ത് പോയി നെല്ലെല്ലാം എടുത്തോണ്ടോ. പോ കുറ്റി ഇണക്കിക്കാതെ പോ. ഞാൻ വെള്ളം അടിച്ചേക്കണ്. വെളിച്ചപ്പാട് എന്ന് വിചാരിക്കുമോ എന്തോ. ഭഗവതി എന്നെ കാത്തു സൂക്ഷിക്കണേ. ഞാൻ ഇനിയുള്ള കാലം നല്ലവണ്ണം ജീവിക്കാൻ ശ്രമിക്കാം ഭഗവതി. എന്റെ തെറ്റുകളൊക്കെ പൊറുക്കണേ ഭഗവതി. എന്നെ രക്ഷിക്കണേ ഭഗവതി. ഇത് ഏത് പേന്റ് കോട്ടൊക്കെ ഇട്ട വെളിച്ചപ്പാട്? ഞാൻ ചാലി ബാങ്കിന്റെ പാലാ മാനേജരാ. താൻ തന്നെയല്ലേ നാണമില്ലാത്ത നാണപ്പന്റെ മകൻ പവിത്രൻ? ഞാനാ പവിത്രൻ. ആ, താങ്കൾ ചാലി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. ഒരു സെക്കൻഡ്. നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തത്? ശരിയാ, സുല്ലു ലോൺ എടുത്തിട്ടുണ്ട്. ചാലി ബാങ്കിലെ പണം ചുരുങ്ങിയ സമയം കൊണ്ട് അടയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇതുവരെ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടും മുതലും പലിശയും പൊട്ടി വെട്ടി വരുന്നത് പോലെ വരികയത് കൊണ്ടും ബാങ്കിന്റെ നിയമപ്രകാരം ജപ്തി നടപ്പാക്കാൻ വന്നതാണ് ഞങ്ങൾ. അതെ, എന്നോടൊന്ന് സഹകരിക്കണം. അയ്യോ, അതല്ല, ജപ്തി ചെയ്യാൻ സഹകരിക്കണമെന്നാ. വെറുതെ തെറ്റിദ്ധരിച്ച് നിന്നുറങ്ങാന്ന് വായിച്ചു കൊടുക്കണേ. ഇതാരുടെ ഇന്ത്യൻ ഓഫീസിലെ സപ്ലയറാ? അയ്യോ അല്ല, കോടതിയിലെ ആമീനാ. അയ്യോ, പറവൂർ താലൂക്ക് കടുങ്ങല്ലൂർ വില്ലേജ് എരമങ്കരയിൽ കുന്നത്ത് വീട്ടിൽ നാണപ്പന്റെയും അമ്മിണിയുടെയും മകൻ പവിത്രൻ മുതലോ പലിശയോ കൂട്ടുപലിശയോ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് പിയാനെതിരായി ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കുവാൻ നിർബന്ധിതമായിരിക്കുന്നു. ഓ, നിർത്ത്. എന്റെ പൊന്നു സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ബാങ്കിൽ ലോൺ എടുക്കാൻ വന്നപ്പോ ഇതുപോലെ ചെണ്ടമേളം കൊട്ടിയാണോ വന്നത്? അല്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ചെണ്ടമേളം കൊട്ടി നാട്ടുകാരെ കംപ്ലീറ്റ് അറിയിച്ച് എന്നെ നാളം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ചെണ്ടമേളം വേണം. ചെണ്ടമേളം കൂടിയാ തീരും. ചെണ്ടമേളം വേണമെന്ന് തനിക്ക് എന്താ ഇത്ര നിർബന്ധം? ചെണ്ടമേളം വേണം. എന്റെ അനിയൻ ഒരു ദിവസത്തെ ശമ്പളം കിട്ടിയാൽ എന്നെ പുളിക്കുവോ? അത് ശരി. അപ്പൊ അനിയനാണല്ലേ? അതെ. സീസൺ കഴിഞ്ഞപ്പോ അവന്റെ ശിങ്കാരി മേളം തീർന്നു. ഇപ്പൊ എന്റെ കൂടെ ജപ്തിക്ക് നടക്കുന്നതുകൊണ്ട് രണ്ടുനേരം കഞ്ഞി കുടിച്ചു പോകും. ശിങ്കാരി മേളക്കാരനാണോ? അതെ. എങ്കിൽ കേക്കട്ടെ, കൊട്ടടാ. കൊട്ടി കൊറ. എന്താ ഇവിടെ കൊട്ടും മേളോ ആളും ബേളോ ഒക്കെ? എന്റെ ആത്മാർത്ഥ സുഹൃത്താ സാറേ. സന്തോഷം. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പായലുണ്ട് ഒരേ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നടന്നവരാ. എന്റെ വീട് പണി കഴിഞ്ഞപ്പോ അവനെ വിളിച്ചവൻ വന്നില്ല. എന്റെ കല്യാണത്തിന് വിളിച്ചു, അതിലും വന്നില്ല. പിന്നെ എന്റെ ഒരേ ഒരു അമ്മാവന്റെ 16 അടിയന്തരത്തിന് വിളിച്ചിട്ട് പോലും അവൻ വന്നിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാം അറിഞ്ഞുകൊണ്ട് അതും വിളിക്കാതെ എന്നിട്ട് എന്നോട് ചോദിക്കുന്നു എന്താ പവിത്ര കാര്യം? നീ മനപ്പുറം എല്ലാം അറിഞ്ഞിട്ട് വന്നല്ലടാ. അല്ലടാ, ഇല്ല, നീ ഇങ്ങോട്ട് മനുഷ്യനെ നാണം കെടുത്തിപ്പോ മതിയായല്ലോ. മതിയായി നമ്മുടെ ജീവിതം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. വാ മോനെ. നിക്കറിയവിടെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമേ നീ കൊണ്ടുപോകുന്നുള്ളൂ? അതെ. അപ്പൊ ഈ കുഞ്ഞ അത് നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അവൻ എന്റെ കൂടെ നിൽക്കും. എന്റെ മോനാണെങ്കിൽ എന്റെ കൂടെ നിൽക്കും. എന്റെ കൂടെ നിൽക്കും. എന്റെ കൂടെ നിൽക്കും അവൻ. നിങ്ങളൊന്ന് പോ മനുഷ്യ. എന്താ പിന്നെ കൊള്ളാല്ല. പിന്നെ മോനെ, നീ എന്റെ കൂടെ മോൻ രാവിലെ എന്റെ അടുത്തൊരു കളിപ്പാട്ടം ചോദിച്ചില്ലേടാ? കണ്ട അടാ യവാ, നല്ല കളിപ്പാട്ടം, ഒരു കുത്തി ചീട്ട്. ഇതുകൊണ്ട് ഞാൻ നിന്നെ കുലാമ്പച്ചി, റമ്മി, കഴുത എല്ലാം പഠിപ്പിച്ച് നിന്നെ ഞാൻ നല്ലൊരു വലിയ തുറുപ്പുകുലാക്കി കൈ തരും. ഒരു ബാങ്ക് മാനേജർക്ക് കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടി അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം. താങ്കൾ ഒരു ബാങ്ക് മാനേജർ അല്ലേ? അതെ. തനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ATM കാർഡ് ഉണ്ടെന്ന് വെച്ചോ. ഞാൻ എന്റെ കാർഡിട്ട് എന്റെ പിൻകോഡ് കുത്തി കിട്ടുന്ന പണം അത് എനിക്ക് സ്വന്തമാണോ അത് ATMന് സ്വന്തമാണോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതായത് ഞാൻ നിൽക്കുന്ന ATMൽ കയറി എന്റെ കാർഡിട്ട് എന്റെ പിൻ നമ്പർ കുത്തി കിട്ടുന്ന ഈ പണം ATMന് സ്വന്തമോ അത് എനിക്ക് സ്വന്തമോ? പറ. അത് തനിക്ക് സ്വന്തമല്ലേ? അത്രേ ഞാനും പറഞ്ഞുള്ളൂ. അല്ല, അതെ, ഈ ATM ഇതും തമ്മിലുള്ള ബന്ധം എന്താ? ATM അമ്മ തന്ന മോൻ. അദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഭരത് സലീം കുമാറിന്
ആശംസകൾ അറിയിക്കാൻ ഇന്ത്യൻ സിനിമയിലെ പ്രശസ്ത താരങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചതിയല്ല ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. തമ്മിത്തല്ലും പീഡനവും കൊലപാതകവും ആത്മഹത്യയും കാരണം ഇവിടെ കിടക്കപ്പോർത്തിയില്ല. അത് കാരണം ഈ ചാനലും ഞാനും കഞ്ഞി കുടിച്ചു പോണു. ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാല് കണ്ടു വെക്കണവന് സുഖമാണല്ല. സ്വന്തമായിട്ട് വരുമ്പോ അറിയാ അതിന്റെ വിഷമവും തെണ്ണൊക്കെ. ഒരു പ്രശ്നമില്ലാത്ത ജീവിതം പോലും പറഞ്ഞു കുട്ടിച്ചോറാക്കാൻ വേണ്ടി നിയമത്തിന്റെ ABCD പോലും അറിയാത്ത മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് ചിരിക്കാൻ മാത്രം വന്ന 2-3 ജഡ്ജസിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇന്ന് ചതിയല്ലത് ജീവിതത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വന്നത് ആലുവയിലുള്ള ആമിനെയാണ്. ആമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അടുത്ത് കളിക്കണ്ട. നിന്നേലും വലിയ പുള്ളികളെ ഈ വെടിക്കെട്ട് വരുമ്പോ രാമൻ താത്ത കണ്ടിട്ടുണ്ട്. പിന്നെയാണാ നീ ക്യാമറ ഇങ്ങനെ ആക്രാന്തം പിടിച്ചു വരാൻ ഇവിടെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇത് നന്നായിട്ട് പോണ ഒരു പരിപാടിയാണ്. ഇതിന് അതിൻ്റെതായ ചട്ടക്കൂടുകളും ചിട്ടകളും ഉണ്ട്. അതനുസരിച്ച് ഇവിടെ വരണം. ഇവിടെ നിന്ന് ഒരു പാട്ടിടും, അതിനനുസരിച്ച് സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരണം. നമുക്കറിയില്ല. ആദ്യം കുതി പേത്താൻ പാ. ആദ്യം മുതലേ പേത്താൻ പാട്ടോ. ഓ ആമിനക്ക് എന്താണ് പ്രശ്നം? ഈ നാണത്താളിനോട് പറ. ഞമ്മക്കല്ല പ്രശ്നം, ബീരാനിക്കാക്കാണ് പ്രശ്നം. ബീരാനിക്കൊക്കെ എന്ത് പ്രശ്നം? ബീരാനിക്കാട് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഞമ്മള്. വട്ട് കളിപ്പിക്കാണ്ട് കാര്യങ്ങൾ തുറന്നു പറ. എന്നാ ഞമ്മള് പറയാം. ഒരു കുന്നോളം വലിപ്പത്തിൽ നമ്മൾ മോഹിച്ച്, പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ചക്കക്കുരുവിന്റെ വലിപ്പത്തിലാണ്. എന്ത് സ്നേഹം. ഓ, ഞാനങ്ങോട്ട് പേടിച്ചു പോയി. നിങ്ങൾ എന്നാണ് കണ്ടുമുട്ടിയത്? അതൊരു വലിയ കഥയാണ്. ഇത് അരമണിക്കൂറുള്ള പരിപാടിയാണ്. 1 മണിക്കൂറായിട്ട് നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റൂല. നമ്മൾ ചുരുക്കി പറയാ, നമ്മൾ അച്ചാറ് കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോഴാണ് ഈ കാനെ കണ്ടത്. അപ്പൊ ഇക്കാക്ക് സോപ്പ് കമ്പനിയിൽ സോപ്പ് കലക്കലാർന്ന് പരിപാടി. അങ്ങനെ സോപ്പ് പതപ്പിച്ചാണ് നമ്മളെ ലൈൻ അടിച്ചത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ആയിട്ട് ഇക്കാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. പക്ഷെ നമുക്ക് തെറ്റിപ്പോയി. കരച്ചിലൊടുങ്ങി. പാട്ടിട്. ആമിന, ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണിയാണ്. ഓളങ്ങൾ വരുമ്പോ നമ്മ പിടിച്ചു നിക്കണം. ഒരുമാതിരിപ്പെട്ട ഓളമാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ സുനാമി വന്നാലാ പിടിവിട്ടു പോവൂലേ? ആരാണ് സുനാമി? നമ്മുടെ ബീരാനിക്ക ദേ പുറത്തു വന്നിപ്പുണ്ട്. എങ്കിൽ നമുക്ക് സുനാമിനെ വിളിക്കാം. സുനാമി. എന്തോ എന്നെ വിളിച്ച? സുറുമിനല്ല വിളിച്ചത്, സുനാമിനെയാണ്. മോളുടെ എപ്പിസോഡ് അടുത്തതാണ്. അതാവുമ്പോ വിളിക്കാട്ടാ. മോളപ്പുറത്ത് പോയിരുന്നു. ഇതേതാ കേസ്? നിങ്ങളെപ്പോലത്തെ തന്നെ ഒരു ചിറ്റിക്കളിയാണ്. കെട്ടിയാനായിട്ട് തമ്മി തല്ലാണ്. നിങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം ഇവരെ കൂടുതൽ തമ്മി തല്ലിക്കാൻ. ഇനി നമുക്ക് ആമിനയുടെ ജീവിതം കുളമാക്കിയ ബീരാനെ വിളിക്ക. ബീരാനെ പോയി. നമസ്കാരം. ഈ ശൈത്താൻ ഒഴിഞ്ഞു പോണേ. ഇത്രയും വിനയോ ആദരവുള്ള ആളാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടിയത്. വിനയോ? ഇയാളുടെ അടവല്ലേ? ഇപ്പൊ കാണുമ്പോ എളിമ കുഞ്ഞാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളവളപ്പന്റെ സ്വഭാവ നേരെ പോവില്ല. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഫസ്റ്റ് നടന്നത് എന്താണെന്ന്? അതൊക്കെ പറ. അതൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം, ഇൻട്രസ്റ്റ് വരുന്നത്. ഒരു പുതുപ്പെണ്ണിന്റെ എല്ലാ മന്മത വിചാരങ്ങളുമായി ഈ ഇരിക്കണ മനുഷ്യന്റെ മണിയറയിലേക്ക് നമ്മൾ കടന്നു ചെന്നു. മനസ്സിൽ 1000 സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി കയ്യിലൊരു ഗ്ലാസ് പാലുമായി നടന്നു വന്ന എന്നെ കൂട്ടുകാരികൾ അങ്ങോട്ട് തള്ളിയിട്ടു. ഞാൻ നോക്കുമ്പോ ഇങ്ങേര് ജല്ലക്കെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മൾ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇക്ക എന്നൊന്ന് വിളിച്ചു. അപ്പിങ്ങേര് തിരിഞ്ഞു നോക്കി എൻ്റെ അടുത്തേക്ക് മന്ദം കടന്നു വന്നു. എന്നിട്ട് എൻ്റെ ഈ ചെവികളിൽ തല ചായച്ച് ആദ്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മുണ്ടരുത്. ആമിനെ മുണ്ടാണ്ടിരിക്കും. നമ്മൾ പറയും. പറയരുത്. പറയാൻ പറ്റിയ അവസരം ഉമ്മച്ചി എന്നെ ചോദിച്ചേ.
മുണ്ടാണ്ടിരിക്കാൻ ഒന്ന് പറയട്ടെ. അതായത് ഫസ്റ്റ് നൈറ്റിൽ നടന്ന സംഭവം ഒരു ഫസ്റ്റ് വാക്ക് പോലും ഇവിടെ പറയാൻ പറ്റൂല. എന്താ പറഞ്ഞാല് അത് പറഞ്ഞാൽ ശരിയാവൂല. നിങ്ങൾ പറഞ്ഞാലേ അത് പറഞ്ഞാൽ ശരിയാവൂല എന്ന് പറയാൻ കാരണം ഇത്ര ആൾക്കാരും നാട്ടുകാരെ കണ്ടുപിടിക്കുന്ന പരിപാടിയല്ലേ ഇത്. ആ നാണം അങ്ങോട്ട് വെക്കട്ടെ. നാണം വെക്കണ ആവശ്യമില്ല ആമിനെ പറയണത്. ഞാൻ പറയും. ഇത് പറയാൻ നിൽക്കരുത്. ഞാൻ പറയൂന്ന് പറഞ്ഞത് വെടിക്കെട്ട് പറമ്പിൽ ആമിനാന്റെ അടുത്ത് കളിക്കരുത്. കൈ താഴ്ത്തരുത്. ആ എന്നാ നമ്മള് പറയും. ആമിന പറ. അങ്ങനെ ഞാൻ പാലുമായിട്ട് അടുത്ത് ചെന്നപ്പോ ഈ മനുഷ്യൻ എന്റെ അടുത്തേക്ക് മന്ദം കടന്നു വന്നു. ഞാനപ്പോ നാണത്തിൽ കുമ്പിയ കാൽവിരൽ കൊണ്ട് നിലത്ത് നഖചിത്രം വരച്ചു. പിന്നെ അപ്പോ ഈ മനുഷ്യന്റെ ചെവി തല ചായ്ച്ചിട്ട് പറയുക, എത്രയാ നിന്റെ റേറ്റ് എന്ന്. അത്രയ്ക്ക് ദുഷ്ടനായിരിക്കുന്നത്. അങ്ങനെ ഇട്ടേച്ചു പോയി. മീൻ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ഞാൻ വിചാരിച്ചു മീൻ മേടിക്കാൻ പോയിട്ട് കാണാതായപ്പോ കാശിക്കെങ്ങാനും പോയി കാണുമെന്ന്. പക്ഷേ ഭാഷിക്കാണ് പോയതെന്ന് പിന്നെയല്ലേ മനസ്സിലായത്. എന്നോടുള്ള ഭാഷിക്ക് അന്വേഷിക്കാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം അന്വേഷിച്ച് അബൂബക്കറിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം അബൂബക്കർക്ക് ചോദിച്ചു, അന്വേഷിക്കാൻ പോയിട്ട് കണ്ടോ? ഇല്ല. എന്നാൽ കുടിയിലേക്ക് കയറിയിരി, ഇത്തിരി ചായേൻ്റെ വെള്ളം കുടിച്ചിട്ട് പോവാ. അങ്ങനെ ഞാൻ ആ കുടി കയറിയിരുന്നു. അബൂബക്കറിക്ക ഇത്തിരി പൂളക്കയങ്ങും കാപ്പിയും കൊണ്ടുവന്ന് വെച്ചു. അബൂബക്കറിക്കാൻ്റെ കൊള്ളിക്കയങ്ങും കൂട്ടിയിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരുട്ടിയായി. ഇരുട്ടായപ്പോ അബൂബക്കറിക്ക പറഞ്ഞു, നീ പോവണ്ട, ഇവിടെ എങ്ങാനും കിടക്ക്. ആദ്യമായിട്ട് അബൂബക്കറിക്ക നമ്മളെ അടുത്തൊരു കാര്യം പറയണതല്ലേ, ഞമ്മക്കത് നിഷേധിക്കാൻ പറ്റുമോ? അവിടെ കിടന്നു. പിന്നെ ഒരു ബോളെ കണ്ണടച്ചില്ല നമ്മള്. അതെന്താ ഒരു ബോളെ കണ്ണടക്കായിരുന്നത്? ചെന്തങ്ങല്ല ചെങ്കണ്ണ്. കണ്ണി കിടന്ന് ചുളുചുളാന്ന് കുത്തണ്. പിന്നെ എങ്ങനെ കിടന്നുറങ്ങും? നിങ്ങളെ മുണ്ടാണ്ടിരിക്കും മനുഷ്യരെ. നാട്ടുകാർ മൊത്തം കാണുന്ന പരിപാടിയാണ്. എന്താ കണ്ടാലി? അനുഗ്രഹിക്കണം. അധികം ടച്ചിങ്സ് അനുവദിക്കണ്ട കേട്ടാ, ആള് ശരിയല്ല. എന്നിട്ട് ആദ്യത്തെ കുഞ്ഞ് ആങ്കൊച്ചായിരിക്കണമെന്ന് ഞമ്മക്കൊരാഗ്രഹം, എന്നാ പെങ്കൊച്ചായിരിക്കണമെന്നായിരുന്നു ഇങ്ങനെ ഉമ്മക്ക് ആഗ്രഹം. അപ്പൊ ബീരാന് നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളുടെ ആയിരിക്കണം എന്ന ഒറ്റ ആഗ്രഹം മാത്രം ഉണ്ടായുള്ളൂ. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യം പോരല്ലോ. മാഡം, ഞാൻ എപ്പോഴാ വരേണ്ടത്? മേഡം ഇടവം നിന്നോട് അപ്പുറത്ത് പോയിരിക്കാൻ പറഞ്ഞ. നിന്റെ എപ്പിസോഡ് വരുമ്പോ ഞാൻ വിളിക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നിന്റെ എപ്പിസോഡ്. പോ, അപ്പുറത്ത് പോയിരിക്കും. ഒന്ന് പോവണ്ടായിരുന്നു. മനുഷ്യനെ ഇടങ്ങേറാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ആ ഇനി അത് മാത്രാണ്, ഒരു പ്രായം തികഞ്ഞ പെണ്ണ് ആ വീട്ടിൽ താമസിക്കണല്ലേ. ആ വീട്ടിന് ഒരു വാതിലുണ്ടാ, ഒരു ജനലുണ്ടാ, ഒരു കട്ടം പോലും ഇല്ലാത്ത ഇങ്ങേരുടെ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്താ ബീരാന അങ്ങനെ? തക്കാളിപ്പെട്ടിക്ക് ആരെങ്കിലും ഗോദ്രേജിന്റെ പൂട്ടിടുവോ? ഒരു പെണ്ണ് ജീവിക്കുന്ന വീടാണ്. അവിടത്തെ കുളിപ്പരയ്ക്ക് ഒരു മേൽക്കൂര പോലും ഇല്ല. അത് ഞാൻ പറഞ്ഞപ്പോ അപ്പുറത്തെ ഹോസ്റ്റലിലെ പിള്ളേര് നോക്കണമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയോ? വേണമെങ്കിൽ ഹോസ്റ്റലിലെ പിള്ളേര് അവിടെ കർട്ടൻ മേടിച്ചിട്ടായിരുന്നു. മേൽക്കൂരയിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതിന്റെ മോളിൽ കൂടി സൂപ്പർമാൻ ഒന്നും പറന്നു കിടക്കണില്ലല്ല. പിന്നെ ബീരാന്റെ എന്ത് കണ്ടിട്ടാണ് ആമിന കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അത് പിന്നെ ഇങ്ങനെ പച്ചനെ ചോദിച്ചാ പറയണം. ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ മനുഷ്യന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങരുടെ പാട്ടാണ്. എന്ത് പാട്ട്? വെറും പാട്ടല്ല, കുമ്പായിയുടെ പാട്ട്, ഗസല് പാട്ട്. കുമ്പായിയുടെ ഗസല് ഞങ്ങൾക്ക് വേണ്ടി 2 ലൈൻ പാടാമോ? കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. ഉമ്മായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. ആമിന കരയരുത്. ഞാൻ കരയണതല്ല. ഈ പാട്ട് കേട്ടിട്ട് ഇന്നാളെ അയലക്കൊത്തെ വീട്ടിലെ പട്ടി പേ പിടിച്ചു വന്ന് നമ്മളെ കടിച്ച്. അത് കാരണം മോളിൽ കയറി ഇരിക്കണല്ലേ. മുമ്പായുടെ പാട്ടുമായിട്ട് ഇറങ്ങിയേക്കണ്. മനുഷ്യന്റെ ജീവിതം കളഞ്ഞ പാട്ട്. കൊറേ ധീരായി മനുഷ്യൻ. അല്ല, നിങ്ങളോട് പാട്ടും കേട്ടിരിക്കാണോ? അതെ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ളതാ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. മോളെ എപ്പിസോഡും തീർത്തോട്ടെ, അല്ലെങ്കിൽ തന്നെ ഇവരുടെ കാര്യം ജഡ്ജസ് എന്തുട്ടാ പറഞ്ഞെന്ന് നോക്കാം. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
ഇവരെ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്താണത്? അല്ല, ഈ റേഞ്ച് ഇല്ലാത്ത മൊബൈലിന് റീചാർജ് കൂപ്പൺ മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സുന്ദരിയായ പെൺകുട്ടിയുടെ എപ്പിസോഡ് നടത്തൂ, ഞങ്ങളൊന്ന് ഇൻട്രസ്റ്റ് ആകട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ല. ഈ മനുഷ്യന്റെ ചവിട്ടിൽ എന്തോരം ചർച്ച ചെയ്ത് വേദം കോരി ഒഴിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാവുമ്പോഴില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കൊയിലിട്ടാലും അത് അങ്ങനെ തന്നെ ചുരുണ്ടുകൂടിയിരിക്കും. നിങ്ങളടുത്ത് ഭർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ പുറത്തേക്ക് പാട്ടാ വെടിക്കെട്ട് പറമ്പിൽ ആമിനെയാണ് വിളിക്കണത്. ആ, ശരിയാക്കി തരാം. ബീരാനെ ആമിന പോയി, ബീരാൻ പോണില്ലേ? നിങ്ങൾ പോയിട്ട് വേണം ഈ കൊച്ചിന്റെ എപ്പിസോഡ് തുടങ്ങിക്കോ. അതിനെന്താ കുഴപ്പം? അതിന് നിങ്ങൾ ഇവിടെ ഇരുന്നാലും എങ്ങനെയാണ്? അതായത് ഈ കൊച്ചിന്റെ കെട്ടിയനാണ് ഇവിടെ ഇരിക്കേണ്ടത്. അതെ, ഈ കൊച്ചിന്റെ കെട്ടിയോൻ തന്നെയാണ് ഈ കസേരം ഇരിക്കണത്. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഇപ്പൊ ഇറങ്ങിപ്പോയ ഡൈവോഴ്സ് കേസിന്റെ, ഈ ഇരിക്കുന്ന വിവാഹ തട്ടിപ്പ് കേസിന്റെയും വരാനിരിക്കുന്ന അവിഹിത ഗർഭത്തിന്റെയും ഉത്തരവാദി ഈ ഇരിക്കണ നമ്മൾ തന്നെയാണ്. എന്നെ കൊണ്ട് 3 എപ്പിസോഡ് അങ്ങോട്ട് പോയി കിട്ടിയില്ലേ? അപ്പോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഒരു 14 വർഷം മുമ്പ് ഏകദേശം നമുക്കൊരു അടുപ്പിച്ച് 2-3 ലോക്സഭാ ഇലക്ഷൻ വന്നു. അന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഒരു വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം പിന്നെയും 3000 കോടി രൂപയൊക്കെ ചിലവാക്കി നമ്മുടെ മേലൊരു ഇലക്ഷൻ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ ഈ എലക്ട് ചെയ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്, വിവിധ കക്ഷികളിൽ നിന്നുള്ളവർ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു ഭരണം കാഴ്ചവെച്ചുകൂടെ? അന്നേരം പിന്നെ ലോക്സഭയ്ക്കകത്തോ അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തോ അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തിട്ട് അടിച്ചു തീർത്തോളും, പുറത്താ അടി വരില്ല. നമ്മുടെ കയ്യിൽ വീണ്ടും കുറേ കളങ്കമഷി ചാർത്താനും നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു 3000 കോടി എടുത്ത് വീണ്ടും ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞൊരെണ്ണം സംഘടിപ്പിച്ചിട്ട് നമ്മുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല. എല്ലാ കക്ഷികൾക്കും, എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവരും ചേർന്ന്, തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ചേർന്ന്, എല്ലാ പാർട്ടിയിലെയും മന്ത്രിമാർ, MLA ചേർന്നൊരു ഭരണം, അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കും, ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ? എന്താ അങ്ങനൊരു വെള്ളരിക്കാപട്ടണം നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? എനിക്ക് സന്തോഷായി. ഞാൻ കണ്ട സ്വപ്നം നിങ്ങൾ മിമിക്രിക്കാരെങ്കിലും യാഥാർത്ഥ്യമാക്കി കാണിച്ചു തന്നല്ലോ. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വേഷമിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒത്തൊരുമ കണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലെങ്കിലും ഒന്നാകാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളം എന്നെ രക്ഷപ്പെട്ടേനെ. മറ്റു ദേശക്കാർ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പാടിപ്പുകറ്റുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്നു മുതൽ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ആർപ്പോയ്
Subscribe now. Movie channel.